യോഗദർശനത്തെ ചിട്ടപ്പെടുത്തിയത് ആരാണ്? പതഞ്ജലി. പതഞ്ജലിയാണ് യോഗസൂത്രങ്ങൾ രചിച്ച് യോഗദർശനത്തെ ചിട്ടപ്പെടുത്തിയത്. 8 അംഗങ്ങളുള്ള യോഗയുടെ അഷ്ടാംഗ യോഗമാർഗം അദ്ദേഹം അവതരിപ്പിച്ചു. ശാരീരികവും മാനസികവുമായ അച്ചടക്കത്തിലൂടെ ആത്മീയ മോക്ഷം നേടുക എന്നതാണ് യോഗയുടെ ലക്ഷ്യം. ന്യായ ദർശനത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഗൗതമൻ. ന്യായസൂത്രങ്ങൾ രചിച്ച ഗൗതമ മുനിയാണ് ന്യായ ദർശനത്തിന്റെ സ്ഥാപകൻ. ന്യായ ദർശനം പ്രധാനമായും യുക്തിയും ന്യായവാദവും ഊന്നിപ്പറയുന്നു. ശരിയായ അറിവ് നേടുന്നതിനുള്ള വഴികളാണ് ഈ ദർശനത്തിൽ വിശദീകരിക്കുന്നത്. വൈശേഷിക ദർശനത്തിന്റെ സ്ഥാപകൻ ആരാണ്? കണാദൻ, ഉലൂകൻ എന്നും അറിയപ്പെടുന്നു. കണാദ മുനിയാണ് വൈശേഷിക ദർശനത്തിന്റെ സ്ഥാപകൻ. ഈ ദർശനം പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും 6 പ്രധാന വിഭാഗങ്ങളായി ദ്രവ്യം, ഗുണം, കർമ്മം, സാമാന്യം, വിശേഷം, സമവായം തരംതിരിക്കുന്നു. അണുസിദ്ധാന്തത്തിന് ഈ ദർശനം വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. പൂർവമീമാംസ ദർശനത്തിന്റെ സ്ഥാപകൻ ആരാണ്? ജൈമിനി. ജൈമിനിയാണ് പൂർവമീമാംസ ദർശനത്തിന്റെ സ്ഥാപകൻ. ഈ ദർശനം വേദങ്ങളിലെ കർമ്മകാണ്ഡത്തെയും യാഗങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കേന്ദ്രീകരിക്കുന്നു. വേദവിധികളോടുള്ള അനുസരണത്തിലൂടെ മോക്ഷം നേടാമെന്ന് ഇത് പഠിപ്പിക്കുന്നു. ഉത്തരമീമാംസ ദർശനത്തെ വേദാന്തം ചിട്ടപ്പെടുത്തിയത് ആരാണ്? ബാദരായണൻ. ബാദരായണ മഹർഷിയാണ് ബ്രഹ്മസൂത്രങ്ങൾ രചിച്ച് ഉത്തരമീമാംസ ദർശനത്തെ അഥവാ വേദാന്തത്തെ ചിട്ടപ്പെടുത്തിയത്. ഈ ദർശനം വേദങ്ങളിലെ ജ്ഞാനകാണ്ഡത്തെയും ഉപനിഷത്തുകളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ആത്മാവിന്റെയും ബ്രഹ്മത്തിന്റെയും ഏകത്വത്തിൽ ഊന്നൽ നൽകുന്നു. മഹാവീരസ്വാമിക്ക് നിർവാണം, മരണം ലഭിച്ചത് എവിടെ, എപ്പോൾ? ബിഹാറിലെ പവപുരിയിൽ BC 527 തന്റെ 72-ാം വയസ്സിൽ. ജൈനമതത്തിന്റെ 24 സ്വരചിഹ്നം ആമത്തെയും അവസാനത്തെയും തീർത്ഥങ്കരനായ മഹാവീരൻ തന്റെ 72-ാം വയസ്സിൽ ബിഹാറിലെ പവപുരിയിൽ വച്ച് BC 527 നിർവാണം പ്രാപിച്ചു. ഇത് ജൈനമതത്തിലെ ഒരു പ്രധാന ചരിത്ര സംഭവമാണ്. ഏകദേശം BC 300 മഗധയിൽ കഠിനമായ ക്ഷാമമുണ്ടായപ്പോൾ ജൈന സന്യാസിമാരുടെ ഒരു സംഘത്തെ കർണാടകയിലേക്ക് നയിച്ചതാര്? ഭദ്രബാഹു. BC 3-ാം നൂറ്റാണ്ടിൽ മഗധയിൽ കടുത്ത ക്ഷാമം നേരിട്ടപ്പോൾ ഭദ്രബാഹുവിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ജൈന സന്യാസിമാർ ദക്ഷിണേന്ത്യയിലേക്ക് പലായനം ചെയ്തു. ഈ സംഭവം ജൈനമതം ശ്വേതാംബരർ, ദിഗംബരർ എന്നിങ്ങനെ 2 പ്രധാന വിഭാഗങ്ങളായി പിരിയുന്നതിന് കാരണമായി. ക്ഷാമകാലത്ത് മഗധയിൽ തുടർന്ന ജൈന സന്യാസിമാരെ നയിച്ചത് ആര്? സ്ഥൗലഭദ്രൻ. മഗധയിലെ ക്ഷാമകാലത്ത് വടക്കേ ഇന്ത്യയിൽ തന്നെ തുടർന്ന ജൈന സന്യാസിമാരെ നയിച്ചത് സ്ഥൗലഭദ്രനായിരുന്നു. പിന്നീട് ദക്ഷിണേന്ത്യയിൽ നിന്ന് തിരിച്ചെത്തിയ ഭദ്രബാഹുവിന്റെ അനുയായികളിൽ നിന്ന് ഇവർ വേർപിരിയുകയും ശ്വേതാംബരർ എന്ന വിഭാഗത്തിന് രൂപം നൽകുകയും ചെയ്തു. ഭദ്രബാഹു തെക്കുനിന്ന് തിരിച്ചെത്തിയ ശേഷം ജൈനമതം പ്രധാനമായും എത്ര വിഭാഗങ്ങളായി പിരിഞ്ഞു? ശ്വേതാംബരർ, ദിഗംബരർ. BC 3-ാം നൂറ്റാണ്ടിൽ മഗധയിൽ കടുത്ത ക്ഷാമമുണ്ടായപ്പോൾ ഭദ്രബാഹുവിന്റെ നേതൃത്വത്തിലുള്ളവർ ദക്ഷിണേന്ത്യയിലേക്ക് പോവുകയും സ്ഥൗലഭദ്രന്റെ നേതൃത്വത്തിലുള്ളവർ വടക്ക് തുടരുകയും ചെയ്തു. പിന്നീട് ഭദ്രബാഹു തിരിച്ചെത്തിയപ്പോൾ വസ്ത്രധാരണ രീതികളെയും മറ്റ് ആചാരങ്ങളെയും ചൊല്ലി ജൈനമതം ശ്വേതാംബരർ, വെള്ളവസ്ത്രം ധരിക്കുന്നവർ, ദിഗംബരർ, വസ്ത്രം ധരിക്കാത്തവർ എന്നിങ്ങനെ 2 പ്രധാന വിഭാഗങ്ങളായി പിരിഞ്ഞു. ജൈനമതത്തിലെ ദിഗംബര, ശ്വേതാംബര വിഭാഗങ്ങളെ വേർതിരിക്കുന്നത് എന്താണ്? ദിഗംബരർ, ഭദ്രബാഹുവിന്റെ അനുയായികൾ, നഗ്നരായി ആരാധന നടത്തുന്നു. അതേസമയം ശ്വേതാംബരർ, സ്ഥൗലഭദ്രന്റെ അനുയായികൾ, വെള്ളവസ്ത്രം ധരിക്കുന്നു. ജൈനമതത്തിലെ ദിഗംബര വിഭാഗം കർശനമായ തപസ്സിനും നഗ്നതയ്ക്കും ഊന്നൽ നൽകുമ്പോൾ ശ്വേതാംബര വിഭാഗം പൂർണ്ണമായ വസ്ത്രങ്ങൾ, വെള്ളവസ്ത്രം ധരിച്ച് ലളിതമായ ജീവിതരീതി പിന്തുടരുന്നു. തീർത്ഥങ്കരരുടെ വിഗ്രഹങ്ങളുടെ ചിത്രീകരണത്തിലും വസ്ത്രധാരണത്തിലും ഈ വ്യത്യാസം ദൃശ്യമാണ്. മഹാവീരന്റെ നിർവാണത്തിനുശേഷം ജൈനസംഘത്തിന്റെ അധ്യക്ഷനായത് ആര്? സുധർമ്മൻ. മഹാവീരന്റെ നിർവാണത്തിനുശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യരിൽ ഒരാളായ സുധർമ്മൻ ജൈനസംഘത്തിന്റെ അധ്യക്ഷനായി. മഹാവീരന്റെ എല്ലാ ഗണധരന്മാരും, പ്രധാന ശിഷ്യന്മാർ അദ്ദേഹത്തിനു മുമ്പ് നിർവാണം പ്രാപിച്ചപ്പോൾ സുധർമ്മൻ മാത്രമാണ് അതിജീവിച്ചത്. അങ്ങനെ ജൈനമതത്തിന്റെ പാരമ്പര്യം തുടരാൻ അദ്ദേഹത്തിന് സാധിച്ചു.
ജൈനമതത്തിലെ ത്രിരത്നങ്ങൾ 3 രത്നങ്ങൾ എന്തൊക്കെയാണ്? സമ്യക് ദർശനം, ശരിയായ വിശ്വാസം, സമ്യക് ജ്ഞാനം, ശരിയായ അറിവ്, സമ്യക് ചരിത്രം, ശരിയായ പെരുമാറ്റം. ജൈനമതത്തിലെ മോക്ഷപ്രാപ്തിക്ക് അത്യന്താപേക്ഷിതമായ 3 അടിസ്ഥാന തത്വങ്ങളാണ് ത്രിരത്നങ്ങൾ. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പെരുമാറ്റം എന്നിവയാണ് ഒരു വ്യക്തിയെ ആത്മസാക്ഷാത്കാരത്തിലേക്കും മോക്ഷത്തിലേക്കും നയിക്കുന്ന വഴികളായി ജൈനമതം പഠിപ്പിക്കുന്നത്. പാർശ്വനാഥൻ ഉപദേശിച്ച 4 മഹാവ്രതങ്ങളോടൊപ്പം മഹാവീരൻ കൂട്ടിച്ചേർത്ത 5ാമത്തെ മഹാവ്രതം ഏതാണ്? ബ്രഹ്മചര്യം, വിവാഹം കൂടാതെ ജീവിക്കുക, ഇന്ദ്രിയ നിഗ്രഹം. 23ാമത്തെ തീർത്ഥങ്കരനായ പാർശ്വനാഥൻ 4 മഹാവ്രതങ്ങൾ അഹിംസ, സത്യം, അസ്തേയം, അപരിഗ്രഹം ഉപദേശിച്ചു. മഹാവീരൻ ഈ 4 ബ്രഹ്മചര്യം എന്ന 5ാമത്തെ മഹാവ്രതം കൂടി കൂട്ടിച്ചേർത്തു. ഇത് ജൈന സന്യാസിമാർക്ക് കർശനമായ ആത്മനിയന്ത്രണവും ലൈംഗിക വിരക്തിയും നിഷ്കർഷിക്കുന്നു. ഗൃഹസ്ഥർ ജൈനമതത്തിൽ പാലിക്കേണ്ട 5 വ്രതങ്ങൾ, അനുവ്രതങ്ങൾ എന്തൊക്കെയാണ്? 5 അനുവ്രതങ്ങൾ, ചെറിയ വ്രതങ്ങൾ, ഗൃഹസ്ഥർക്കായി മഹാവ്രതങ്ങളെ പരിഷ്കരിച്ചവയാണ് അഹിംസ, അഹിംസ, സത്യം, സത്യസന്ധത, അസ്തേയം, മോഷ്ടിക്കാതിരിക്കുക, ബ്രഹ്മചര്യം, വിശ്വസ്തത, അപരിഗ്രഹം, പരിമിതമായ സ്വത്ത്. ജൈനമതത്തിലെ അനുയായികളായ ഗൃഹസ്ഥർക്ക് ലളിതവും ധാർമ്മികവുമായ ജീവിതം നയിക്കാൻ അനുവ്രതങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, ഗൃഹസ്ഥർക്ക് ലൈംഗിക വിശ്വസ്തത, അപരിഗ്രഹം, പരിമിതമായ സ്വത്ത് കൈവശം വയ്ക്കുക എന്നിവയാണ് ഈ 5 അനുവ്രതങ്ങൾ. ഇത് മഹാവ്രതങ്ങളുടെ ലഘൂകരിച്ച രൂപമാണ്. ജൈനമതം ആത്മാവിന്റെ, ജീവന്റെ നിലനിൽപ്പിൽ വിശ്വസിക്കുന്നുണ്ടോ? അതെ, ജൈനമതം എല്ലാ ജീവികളിലും ആത്മാവിന്റെ, ജീവന്റെ നിലനിൽപ്പിൽ വിശ്വസിക്കുന്നു. ജൈനമതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് ജീവന്റെ, ആത്മാവിന്റെ നിലനിൽപ്പ്. സസ്യങ്ങൾക്കും സൂക്ഷ്മജീവികൾക്കും ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങൾക്കും ആത്മാവുണ്ടെന്ന് ജൈനർ വിശ്വസിക്കുന്നു. ഇത് അഹിംസ എന്ന തത്വത്തിന് വലിയ പ്രാധാന്യം നൽകുന്നതിന് കാരണമാകുന്നു. ജൈനമതം ഒരു നിരീശ്വരവാദ മതമാണോ അതോ ഈശ്വരവിശ്വാസമുള്ള മതമാണോ? ഒരു സ്രഷ്ടാവായ ദൈവത്തിലോ പരമോന്നത ദിവ്യശക്തിയിലോ വിശ്വസിക്കാത്തതിനാൽ ജൈനമതം നിരീശ്വരവാദമായി കണക്കാക്കപ്പെടുന്നു. ജൈനമതം പരമ്പരാഗതമായ അർത്ഥത്തിൽ ഒരു സ്രഷ്ടാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. പകരം ഓരോ ജീവനും സ്വയം പൂർണ്ണത നേടുന്നതിലൂടെ മോക്ഷം നേടാൻ കഴിയുമെന്ന് പഠിപ്പിക്കുന്നു. ഇത് ആത്മീയ വിമോചനത്തിന് ഊന്നൽ നൽകുന്ന ഒരു തത്വചിന്തയാണ്. മരണാനന്തരമുള്ള അസ്തിത്വത്തെക്കുറിച്ച് ജൈനമതത്തിന്റെ പ്രധാന വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്? ജൈനമതം പുനർജന്മത്തിലും കർമ്മസിദ്ധാന്തത്തിലും കർമ്മവാദം വിശ്വസിക്കുന്നു. ജൈനമതമനുസരിച്ച് ഒരു ജീവന്റെ കർമ്മങ്ങൾ അതിന്റെ ഭാവി പുനർജന്മങ്ങളെ നിർണയിക്കുന്നു. ഓരോ ജീവിക്കും ആത്മാവുണ്ടെന്നും അത് കർമ്മഫലമനുസരിച്ച് പല ശരീരങ്ങളിലൂടെയും പുനർജനിക്കുന്നുവെന്നും ജൈനർ വിശ്വസിക്കുന്നു. മോക്ഷം നേടുന്നതിലൂടെ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മോചനം നേടാമെന്ന് ഇത് പഠിപ്പിക്കുന്നു. സോപാധികമായ പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ട ജൈനമതത്തിലെ പ്രധാന തത്വചിന്താപരമായ സിദ്ധാന്തം ഏതാണ്? സപ്തഭംഗിനയം, സ്യാത്വാദം അഥവാ അനേകാന്തവാദം എന്നും അറിയപ്പെടുന്നു. അനേകാന്തവാദം അഥവാ സ്യാത്വാദം എന്നത് ജൈനമതത്തിന്റെ ഒരു പ്രധാന തത്വചിന്തയാണ്. ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് പല കാഴ്ചപ്പാടുകളിൽ നിന്ന് പറയാൻ കഴിയുമെന്നും ഒരു കാര്യം പല നിലകളിൽ ശരിയായിരിക്കാമെന്നും ഇത് പഠിപ്പിക്കുന്നു. ഒരുപക്ഷേ എന്ന് അർത്ഥം വരുന്ന സ്യാദ് എന്ന പദം ഉപയോഗിച്ച് കാര്യങ്ങൾ പല കോണുകളിൽ നിന്ന് വിശദീകരിക്കുന്ന സപ്തഭംഗിനയം ഈ തത്വത്തിന്റെ പ്രായോഗിക രൂപമാണ്. ജൈനമതത്തിന്റെ തീവ്ര അനുയായികളായിരുന്ന ചില പ്രമുഖ ഭരണാധികാരികളുടെ പേരുകൾ പറയുക. ഉദയൻ, ചന്ദ്രഗുപ്ത മൗര്യൻ, കലിംഗ രാജാവ് കാരവേലൻ, രാഷ്ട്രകൂട രാജാവ് അമോഘവർഷൻ, ചന്ദേല ഭരണാധികാരികൾ. ഇന്ത്യൻ ചരിത്രത്തിൽ നിരവധി പ്രമുഖ ഭരണാധികാരികൾ ജൈനമതത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട്. ചന്ദ്രഗുപ്ത മൗര്യൻ തന്റെ വാർദ്ധക്യത്തിൽ ജൈനമതം സ്വീകരിച്ച് സന്യാസം സ്വീകരിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. കലിംഗയിലെ കാരവേലൻ ജൈനമതത്തിന്റെ വലിയ പ്രോത്സാഹകനായിരുന്നു. അദ്ദേഹത്തിന്റെ ഹാദിഗുംഫ ശിലാശാസനം ഇത് വ്യക്തമാക്കുന്നു. ശ്രാവണബെലഗോളയിലെ ഗോമടേശ്വരന്റെ ബാഹുബലി ഏകശിലാപ്രതിമ ആരുടെ നിർദ്ദേശപ്രകാരം ഏത് നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത്? ഗംഗ രാജവംശത്തിലെ രാജാവിന്റെ മന്ത്രിയും സൈന്യാധിപനുമായിരുന്ന ചാമുണ്ഡരായരുടെ നിർദ്ദേശപ്രകാരം 10ാം നൂറ്റാണ്ടിൽ. കർണാടകയിലെ ശ്രാവണബെലഗോളയിൽ സ്ഥിതി ചെയ്യുന്ന ബാഹുബലിയുടെ ഈ കൂറ്റൻ ഏകശിലാപ്രതിമ ജൈനകലയുടെയും വാസ്തുവിദ്യയുടെയും മികച്ച ഉദാഹരണമാണ്.
ഗംഗാരാജാവായ രാച്ചമല്ലയുടെ മന്ത്രിയായിരുന്ന ചാമുണ്ഡരായർ 1981-ൽ ഇത് പണികഴിപ്പിച്ചു. എല്ലാ 12 വർഷത്തിലും ഇവിടെ മഹാമസ്തകാഭിഷേകം നടത്താറുണ്ട്. ഖജുരാഹോയിലെ ജൈനക്ഷേത്രങ്ങൾ നിർമ്മിച്ച ഭരണാധികാരികൾ ആരാണ്? ചന്ദേല ഭരണാധികാരികൾ. മധ്യപ്രദേശിലെ ഖജുരാഹോയിലെ ക്ഷേത്രങ്ങൾ അവയുടെ വാസ്തുവിദ്യയ്ക്കും ശില്പങ്ങൾക്കും പേരുകേട്ടതാണ്. ഈ ക്ഷേത്രങ്ങളിൽ ഭൂരിഭാഗവും ഹിന്ദു ക്ഷേത്രങ്ങളാണെങ്കിലും ഏതാനും ജൈന ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട്. 950-നും 1050-നും ഇടയിൽ ചന്ദേല രാജവംശത്തിലെ ഭരണാധികാരികളാണ് ഇവ നിർമ്മിച്ചത്. മൗര്യാനന്തര കാലഘട്ടത്തിൽ ജൈനമതത്തിന്റെ ഒരു പ്രമുഖ കേന്ദ്രമായിരുന്ന നഗരം ഏതാണ്? മധുര. മൗര്യാനന്തര കാലഘട്ടത്തിൽ മധുര നഗരം ജൈനമതത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. ഇവിടെ നിന്ന് നിരവധി ജൈന ശില്പങ്ങളും ലിഖിതങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അക്കാലത്ത് ജൈനമതത്തിന് മധുരയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നതായി സൂചിപ്പിക്കുന്നു. ഭദ്രബാഹു രചിച്ച ഏത് ജൈന ഗ്രന്ഥത്തിലാണ് ജൈന തീർത്ഥങ്കരന്മാരുടെ ജീവചരിത്രങ്ങൾ അടങ്ങിയിരിക്കുന്നത്? കൽപ്പസൂത്ര. ഭദ്രബാഹു രചിച്ച കൽപ്പസൂത്ര എന്ന ഗ്രന്ഥം ജൈനമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. ഈ ഗ്രന്ഥത്തിൽ മഹാവീരൻ ഉൾപ്പെടെയുള്ള ജൈന തീർത്ഥങ്കരന്മാരുടെ ജീവിത ചരിത്രങ്ങൾ, അവരുടെ ഉപദേശങ്ങൾ, ജൈന സന്യാസിമാരുടെ നിയമങ്ങൾ എന്നിവ വിശദീകരിക്കുന്നു. ശ്വേതാംബര വിഭാഗക്കാർക്ക് ഈ ഗ്രന്ഥം വളരെ പ്രാധാന്യമുള്ളതാണ്. ഒന്നാമത്തെ ജൈന തീർത്ഥങ്കരനായ ഋഷഭദേവന്റെ പ്രതീകാത്മക മൃഗം ഏതാണ്? കാള. ജൈനമതത്തിലെ 24 തീർത്ഥങ്കരന്മാരിൽ ഓരോരുത്തർക്കും അവരുടേതായ പ്രതീകാത്മക ചിഹ്നങ്ങളുണ്ട്. ആദ്യത്തെ തീർത്ഥങ്കരനായ ഋഷഭദേവൻ അഥവാ ആദിനാഥിന്റെ ചിഹ്നം കാളയാണ്. ഇത് പലപ്പോഴും ജൈന പ്രതിമകളിലും കലാരൂപങ്ങളിലും കാണാം. 23-ാമത്തെ ജൈന തീർത്ഥങ്കരനായ പാർശ്വനാഥിന്റെ പ്രതീകാത്മക മൃഗം ഏതാണ്? പാമ്പ്. 23-ാമത്തെ ജൈന തീർത്ഥങ്കരനായ പാർശ്വനാഥിന്റെ പ്രതീകാത്മക ചിഹ്നം പാമ്പാണ്. പല ജൈന ചിത്രങ്ങളിലും ശില്പങ്ങളിലും പാർശ്വനാഥിന് 7 അതിലധികമോ തലകളുള്ള ഒരു പാമ്പ് ആകാശത്ത് കുട ചൂടി നിൽക്കുന്നതായി ചിത്രീകരിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ ദിവ്യത്വത്തെയും സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നു. 24-ാമത്തെ ജൈന തീർത്ഥങ്കരനായ മഹാവീരസ്വാമിയുടെ പ്രതീകാത്മക മൃഗം ഏതാണ്? സിംഹം. ജൈനമതത്തിലെ 24 സ്വരചിഹ്നം ആമത്തെയും അവസാനത്തെയും തീർത്ഥങ്കരനായിരുന്നു മഹാവീരൻ. ഓരോ തീർത്ഥങ്കരനും ഒരു പ്രത്യേക ചിഹ്നം അല്ലെങ്കിൽ മൃഗത്തെ പ്രതീകമായി ഉപയോഗിക്കുന്നു. മഹാവീരസ്വാമിയുടെ പ്രതീകം സിംഹമാണ്. ഇത് ധൈര്യത്തെയും ശക്തിയെയും സൂചിപ്പിക്കുന്നു. 23-ാമത്തെ ജൈന തീർത്ഥങ്കരനായ പാർശ്വനാഥിന്റെ നിർവ്വാണ സ്ഥലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സമ്മത് ശിഖർ, പാർശ്വനാഥ് കുന്നുകൾ, പർവ്വതം. ജൈനമതത്തിലെ 23-ാമത്തെ തീർത്ഥങ്കരനാണ് പാർശ്വനാഥൻ. അദ്ദേഹത്തിന്റെ നിർവ്വാണ സ്ഥലം ജാർഖണ്ഡിലെ ഗിരിധി ജില്ലയിലുള്ള സമ്മത് ശിഖർ പർവ്വതമാണ്. ഈ സ്ഥലം ഒരു പ്രധാന ജൈന തീർത്ഥാടന കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു. പ്രഭാസ്ഗിരി എന്ന ജൈന തീർത്ഥാടന കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലെ കൗശാംബിയിൽ. ഉത്തർപ്രദേശിലെ കൗശാംബിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രഭാസ്ഗിരി ജൈനമതത്തിലെ 6-ാമത്തെ തീർത്ഥങ്കരനായ പത്മപ്രഭയുടെ നിർവ്വാണ സ്ഥലമായി അറിയപ്പെടുന്നു. ഇത് ജൈനമത വിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ജൈനമതത്തിൽ കൈവല്യം എന്ന പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കൈവല്യം എന്നാൽ ജൈനമതത്തിൽ സർവജ്ഞാനം അഥവാ പൂർണ്ണമായ അറിവ്, പരമോന്നത ജ്ഞാനം എന്നാണ് അർത്ഥമാക്കുന്നത്. ജൈനമതത്തിലെ ഏറ്റവും ഉയർന്ന ആത്മീയ അവസ്ഥയാണ് കൈവല്യം. ഒരു വ്യക്തിക്ക് എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും അനന്തമായ അറിവും പൂർണ്ണമായ വിവേകവും നേടുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. തീർത്ഥങ്കരന്മാർ ഈ അവസ്ഥയിൽ എത്തിയവരാണ്. ജൈനമതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം എന്താണ്? അഹിംസ, അക്രമരാഹിത്യം. അഹിംസ എന്നത് ജൈനമതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വമാണ്. ശരീരമോ വാക്കുകളോ മനസ്സോ ഉപയോഗിച്ച് ഒരു ജീവിക്കും ദോഷം വരുത്താതിരിക്കുക എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത്. ജൈനമത വിശ്വാസികൾ ഈ തത്വം ജീവിതത്തിൽ കർശനമായി പാലിക്കുന്നു. ഏറ്റവും പഴക്കം ചെന്ന വിശുദ്ധ ജൈന ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? 14 പൂർവ്വ ഗ്രന്ഥം, ചതുർദശ പൂർവ്വ. ചതുർദശ പൂർവ്വ ഗ്രന്ഥങ്ങൾ ജൈനമതത്തിലെ ഏറ്റവും പുരാതനമായ വിശുദ്ധ ഗ്രന്ഥങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഇവ മഹാവീരസ്വാമിയുടെ നേരിട്ടുള്ള ശിഷ്യന്മാർക്ക് അറിയാമായിരുന്നവയാണ്. എന്നാൽ ഇവയുടെ പൂർണ്ണരൂപം ഇപ്പോൾ ലഭ്യമല്ല.
ഒന്നാം ജൈന കൗൺസിലിൽ ഏത് പ്രധാന ഗ്രന്ഥസമാഹാരമാണ് പൂർത്തിയാക്കിയത്? 12 അംഗങ്ങളുടെ സമാഹാരം. ഒന്നാം ജൈന കൗൺസിൽ പാടലീപുത്രത്തിൽ വെച്ചു ചേർന്നപ്പോൾ ജൈനമതത്തിന്റെ പ്രധാനപ്പെട്ട കനോണിക്കൽ ഗ്രന്ഥങ്ങളായ 12 അംഗങ്ങൾ ക്രോഡീകരിച്ചു. എന്നാൽ ശ്വേതാംബര വിഭാഗം മാത്രമാണ് ഇത് അംഗീകരിച്ചത്, ദിഗംബരർ അംഗീകരിച്ചില്ല. ഒന്നാം ജൈന കൗൺസിൽ എപ്പോൾ, എവിടെ വെച്ച് നടന്നു, ആര് അധ്യക്ഷത വഹിച്ചു? ഒന്നാം ജൈന കൗൺസിൽ ഏകദേശം BC 310 പാടലീപുത്രത്തിൽ വെച്ച് നടന്നു. സ്ഥൗലഭദ്രൻ അതിന് അധ്യക്ഷത വഹിച്ചു. മഗധയിലെ 12 വർഷത്തെ വലിയ ക്ഷാമത്തെ തുടർന്ന് ജൈന സന്യാസിമാർക്കിടയിൽ പിളർപ്പുണ്ടായ സമയത്താണ് ഒന്നാം ജൈന കൗൺസിൽ നടന്നത്. ഇത് ശ്വേതാംബര വിഭാഗത്തിന് അവരുടെ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കുന്നതിന് സഹായിച്ചു. രണ്ടാം ജൈന കൗൺസിൽ എപ്പോൾ, എവിടെ വെച്ച് നടന്നു, ആര് അധ്യക്ഷത വഹിച്ചു? രണ്ടാം ജൈന കൗൺസിൽ AD 512 വല്ലഭിയിൽ വെച്ച് നടന്നു. ദേവർദി ക്ഷമാശ്രമണൻ അതിന് അധ്യക്ഷത വഹിച്ചു. ജൈനമതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളെ ലിഖിത രൂപത്തിലാക്കാൻ വേണ്ടിയാണ് രണ്ടാം ജൈന കൗൺസിൽ വല്ലഭിയിൽ വെച്ച് നടന്നത്. ഇത് ജൈന സാഹിത്യത്തിന്റെ സംരക്ഷണത്തിൽ നിർണായക പങ്ക് വഹിച്ചു. അശോക ചക്രവർത്തിയുടെ ഏതു പേരക്കുട്ടിയാണ് ജൈനമതം പ്രചരിപ്പിച്ചതിന് പ്രശസ്തൻ? സംപ്രതി. മൗര്യ ചക്രവർത്തി അശോകന്റെ പേരക്കുട്ടികളിൽ ഒരാളാണ് സംപ്രതി. ഇദ്ദേഹം ജൈനമതത്തിന്റെ ഒരു വലിയ പ്രചാരകനായി അറിയപ്പെടുന്നു. ജൈനക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും പുനരുദ്ധരിക്കുകയും ചെയ്തതിലൂടെ അദ്ദേഹം ജൈനമതത്തിനു വലിയ സംഭാവനകൾ നൽകി. പ്രശസ്തമായ ദിൽവാര ജൈനക്ഷേത്രങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മൗണ്ട് അബു, രാജസ്ഥാൻ. ദിൽവാര ജൈനക്ഷേത്രങ്ങൾ രാജസ്ഥാനിലെ മൗണ്ട് അബുവിലുള്ള പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. അതിമനോഹരമായ മാർബിൾ കൊത്തുപണികളാൽ ഇവ ശ്രദ്ധേയമാണ്. 10ാം നൂറ്റാണ്ടിനും 13ാം നൂറ്റാണ്ടിനുമിടയിൽ നിർമ്മിച്ച 5 ക്ഷേത്രങ്ങളുടെ ഒരു സമുച്ചയമാണിത്. മൗണ്ട് അബുവിലെ ആദ്യത്തെ പ്രധാന ദിൽവാര ജൈനക്ഷേത്രം വിമൽ വസാഹി ആരാണ് നിർമ്മിച്ചത്? വിമല ഷാ. മൗണ്ട് അബുവിലെ ദിൽവാര ക്ഷേത്ര സമുച്ചയത്തിലെ ഏറ്റവും പഴക്കമുള്ളതും പ്രധാനപ്പെട്ടതുമായ ക്ഷേത്രമാണ് വിമൽ വസാഹി. AD 1031 ചാലൂക്യ ഭരണാധികാരിയായ ഭീമദേവൻ ഒന്നാമന്റെ മന്ത്രിയായിരുന്ന വിമല ഷായാണ് ഇത് നിർമ്മിച്ചത്. തീർത്ഥങ്കരൻ നേമിനാഥന് സമർപ്പിക്കപ്പെട്ട രണ്ടാമത്തെ പ്രധാന ദിൽവാര ജൈനക്ഷേത്രം ലൂണ വസാഹി ആരാണ് സ്ഥാപിച്ചത്? തേജബാല. ലൂണ വസാഹി ക്ഷേത്രം ദിൽവാര ക്ഷേത്ര സമുച്ചയത്തിലെ രണ്ടാമത്തെ പ്രധാന ക്ഷേത്രമാണ്. AD 1230 ചാലൂക്യ ഭരണാധികാരിയായ വീരധവളയുടെ മന്ത്രിമാരായിരുന്ന വാസ്തുപാലയുടെയും തേജപാലയുടെയും നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ട ഇത് ജൈന തീർത്ഥങ്കരനായ നേമിനാഥന് സമർപ്പിച്ചിരിക്കുന്നു. ജൈന കാനോനിക്കൽ സാഹിത്യത്തിന്റെ പൊതുവായ പേരെന്താണ്? ആഗമം അഥവാ ആഗമിക സാഹിത്യം. ജൈനമതത്തിലെ പുണ്യഗ്രന്ഥങ്ങളെ മൊത്തത്തിൽ ആഗമസൂത്രങ്ങൾ അല്ലെങ്കിൽ ആഗമിക സാഹിത്യം എന്ന് പറയുന്നു. ജൈന തീർത്ഥങ്കരന്മാരുടെ ഉപദേശങ്ങളും പ്രബോധനങ്ങളും ഈ ഗ്രന്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. മേയോ പ്രഭുവിന്റെ ഇന്ത്യയുടെ വൈസ്രോയി പദവിയിലെ കാലാവധി എത്രയായിരുന്നു? 1869 മുതൽ 1872 വരെ. മേയോ പ്രഭു 1869 മുതൽ 1872 വരെ ഇന്ത്യയുടെ വൈസ്രോയിയായിരുന്നു. സാമ്പത്തിക വികേന്ദ്രീകരണത്തിന് തുടക്കമിട്ടതും സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതും ഇദ്ദേഹത്തിന്റെ പ്രധാന സംഭാവനകളാണ്. 1872 ആൻഡമാനിൽ വെച്ച് ഒരു തടവുകാരനാൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. സർ ജോൺ സ്ട്രാച്ചിയുടെ ഇന്ത്യയുടെ ആക്ടിംഗ് വൈസ്രോയി പദവിയിലെ കാലാവധി എത്രയായിരുന്നു? 1872 ഫെബ്രുവരി 9 മുതൽ 1872 ഫെബ്രുവരി 23 വരെ. മേയോ പ്രഭുവിന്റെ കൊലപാതകത്തെ തുടർന്ന് സർ ജോൺ സ്ട്രാച്ചി ഒരു ഹ്രസ്വകാലത്തേക്ക് ഇന്ത്യയുടെ ആക്ടിംഗ് വൈസ്രോയിയായി സേവനമനുഷ്ഠിച്ചു. ഈ ഇടക്കാല ഭരണം പുതിയ വൈസ്രോയിയെ നിയമിക്കുന്നതുവരെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിരുന്നു. നേപ്പിയർ പ്രഭുവിന്റെ ഇന്ത്യയുടെ ആക്ടിംഗ് വൈസ്രോയി പദവിയിലെ കാലാവധി എത്രയായിരുന്നു? 1872 ഫെബ്രുവരി മുതൽ 1872 മെയ് വരെ. സർ ജോൺ സ്ട്രാച്ചിക്ക് ശേഷം നേപ്പിയർ പ്രഭു ഫ്രാൻസിസ് നേപ്പിയർ, 10ാമത്തെ നേപ്പിയർ പ്രഭു 1872 ഫെബ്രുവരി മുതൽ മെയ് വരെ ഇന്ത്യയുടെ ആക്ടിംഗ് വൈസ്രോയിയായി പ്രവർത്തിച്ചു. മേയോ പ്രഭുവിന്റെ മരണത്തെ തുടർന്നുണ്ടായ ഭരണപരമായ ശൂന്യത നികത്തുന്നതിനുള്ള താൽക്കാലിക ക്രമീകരണമായിരുന്നു ഇത്.
നോർബ്രൂക്ക് പ്രഭുവിന്റെ ഇന്ത്യയുടെ വൈസ്രോയി പദവിയിലെ കാലാവധി എത്രയായിരുന്നു? 1872 മുതൽ 1876 വരെ. 1872 മുതൽ 1876 വരെ ഇന്ത്യയുടെ വൈസ്രോയിയായിരുന്ന നോർബ്രൂക്ക് പ്രഭു സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കുകയും നയപരമായ വിഷയങ്ങളിൽ ബ്രിട്ടീഷ് സർക്കാരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ബറോഡയിലെ ഗെയ്ക്വാദിനെ സ്ഥാനഭ്രഷ്ടനാക്കിയത് ഇദ്ദേഹത്തിന്റെ ഭരണകാലത്തായിരുന്നു. ഇന്ത്യയുടെ വൈസ്രോയി എന്ന നിലയിൽ ലോർഡ് ലിറ്റന്റെ ഭരണകാലം ഏതായിരുന്നു? 1876 മുതൽ 1880 വരെ. ലോർഡ് ലിറ്റൺ 1876 മുതൽ 1880 വരെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് റോയൽ ടൈറ്റിൽസ് ആക്ട് 1876, വെർണാക്കുലർ പ്രസ് ആക്ട് 1878, ആയുധ നിയമം 1878 എന്നിവ നടപ്പിലാക്കിയത്. രണ്ടാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധവും ഈ കാലയളവിലുണ്ടായി. ഇന്ത്യയുടെ വൈസ്രോയി എന്ന നിലയിൽ മാർക്വിസ് ഓഫ് റിപ്പന്റെ ഭരണകാലം ഏതായിരുന്നു? 1880 മുതൽ 1884 വരെ. മാർക്വിസ് ഓഫ് റിപ്പൺ 1880 മുതൽ 1884 വരെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു. ഇൽബർട്ട് ബിൽ വിവാദം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ രൂപീകരണം, ഫാക്ടറി നിയമം 1881, ആദ്യത്തെ സെൻസസ് തുടങ്ങിയവ അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ പ്രധാന സംഭവങ്ങളാണ്. നല്ല റിപ്പൺ പ്രഭു എന്നറിയപ്പെട്ടു. ഇന്ത്യയുടെ വൈസ്രോയി എന്ന നിലയിൽ ഏൾ ഓഫ് ഡഫറിന്റെ ഭരണകാലം ഏതായിരുന്നു? 1884 മുതൽ 1888 വരെ. ഏൾ ഓഫ് ഡഫറിൻ 1884 മുതൽ 1888 വരെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് മൂന്നാം ബർമ്മ യുദ്ധം നടന്നതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ടതും. 1885 ബർമ്മയെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തത് ഒരു പ്രധാന സംഭവമാണ്. ഇന്ത്യയുടെ വൈസ്രോയി എന്ന നിലയിൽ മാർക്വിസ് ഓഫ് ലാൻസ്ഡൌണിന്റെ ഭരണകാലം ഏതായിരുന്നു? 1888 മുതൽ 1894 വരെ. മാർക്വിസ് ഓഫ് ലാൻസ്ഡൌൺ 1888 മുതൽ 1894 വരെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു. 1892 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്, ഡ്യൂറന്റ് കമ്മീഷന്റെ രൂപീകരണം, ഫാക്ടറി നിയമത്തിന്റെ ഭേദഗതി എന്നിവ അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ പ്രധാന സംഭവങ്ങളാണ്. ഇന്ത്യയുടെ വൈസ്രോയി എന്ന നിലയിൽ ഏൾ ഓഫ് എൽജിൻ രണ്ടാമന്റെ ഭരണകാലം ഏതായിരുന്നു? 1894 മുതൽ 1899 വരെ. ഏൾ ഓഫ് എൽജിൻ രണ്ടാമൻ 1894 മുതൽ 1899 വരെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു. 1896 മുതൽ 97 വരെയിലെ വലിയ ക്ഷാമം, 1897 നടന്ന പ്ലേഗ് മഹാമാരി, ചിത്രാൽ സൈനിക പ്രചാരണം എന്നിവ അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ പ്രധാന സംഭവങ്ങളാണ്. കറൻസി കമ്മിറ്റിയുടെ രൂപീകരണവും ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ഇന്ത്യയുടെ വൈസ്രോയി എന്ന നിലയിൽ ലോർഡ് കൾസന്റെ ഭരണകാലം ഏതായിരുന്നു? 1899 മുതൽ 1905 വരെ. ലോർഡ് കൾസൺ 1899 മുതൽ 1905 വരെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു. ബംഗാൾ വിഭജനം, 1905 യൂണിവേഴ്സിറ്റി കമ്മീഷൻ, പുരാവസ്തു സംരക്ഷണ നിയമം എന്നിവ അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ പ്രധാന പരിഷ്കാരങ്ങളും സംഭവങ്ങളുമാണ്. ഇന്ത്യൻ ചരിത്രത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ വൈസ്രോയിയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ വൈസ്രോയി എന്ന നിലയിൽ ഏൾ ഓഫ് മിന്റോയുടെ ഭരണകാലം ഏതായിരുന്നു? 1905 മുതൽ 1910 വരെ. ഏൾ ഓഫ് മിന്റോ രണ്ടാമൻ 1905 മുതൽ 1910 വരെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു. 1909 മോർലി മിന്റോ ഭരണപരിഷ്കാരങ്ങൾ, മുസ്ലിം ലീഗിന്റെ സ്ഥാപനം, 1906 സൂറത്ത് പിളർപ്പ്, 1907 എന്നിവ അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ പ്രധാന സംഭവങ്ങളാണ്. ഇന്ത്യയുടെ വൈസ്രോയി എന്ന നിലയിൽ ലോർഡ് ഹാർഡിഞ്ചിന്റെ ഭരണകാലം ഏതായിരുന്നു? 1910 മുതൽ 1916 വരെ. ലോർഡ് ഹാർഡിഞ്ച് രണ്ടാമൻ 1910 മുതൽ 1916 വരെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു. 1911 കൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റിയത്, ബംഗാൾ വിഭജനം റദ്ദാക്കിയത്, ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ആരംഭം എന്നിവ അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ പ്രധാന സംഭവങ്ങളാണ്. പാർവതിയെ രുദ്രന്റെ ഭാര്യയായി ഏത് പുരാതന ഗ്രന്ഥത്തിലാണ് പരാമർശിക്കുന്നത്? തൈത്തിരീയ ആരണ്യകം.
തൈത്തിരീയ ആരണ്യകം എന്നത് യജുർവേദവുമായി ബന്ധപ്പെട്ട ഒരു പുരാതന വൈദിക ഗ്രന്ഥമാണ്. ഈ ആരണ്യകത്തിലാണ് ആദ്യമായി പാർവതിയെ രുദ്രന്റെ ഭാര്യയായി വ്യക്തമായി പരാമർശിക്കുന്നത്. ഇത് ഹിന്ദുമതത്തിലെ ദേവീസങ്കല്പത്തിന്റെ വളർച്ചയെ സൂചിപ്പിക്കുന്നു. വാമനപുരാണമനുസരിച്ച് പ്രധാനപ്പെട്ട 4 ശൈവ വിഭാഗങ്ങൾ ഏതെല്ലാമാണ്? പാശുപ, കാപാലിക, കാളമുക, ശൈവ. വാമനപുരാണം അനുസരിച്ച് ഹിന്ദുമതത്തിലെ ശൈവമതത്തിന്റെ പ്രധാന 4 വിഭാഗങ്ങളാണ് പാശുപ, കാപാലിക, കാളമുക, ശൈവ എന്നിവ. ഇവ ഓരോന്നിനും അതിന്റേതായ ആചാരങ്ങളും തത്വങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. ഇത് ശൈവമതത്തിലെ വൈവിധ്യം എടുത്തു കാണിക്കുന്നു. ശൈവമതത്തിലെ ഏറ്റവും പഴക്കമുള്ള വിഭാഗമായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? പാശുപ വിഭാഗം. ശൈവമതത്തിലെ ഏറ്റവും പുരാതനമായ വിഭാഗമാണ് പാശുപ വിഭാഗം. ഇത് ലഘുലീശൻ സ്ഥാപിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ യോഗാഭ്യാസങ്ങൾക്കും തപസ്സുകൾക്കും പ്രാധാന്യം നൽകിയിരുന്നു. ശൈവമതത്തിലെ പാശുപ വിഭാഗം സ്ഥാപിച്ചത് ആരാണ്? ലഘുലീശൻ. പാശുപ വിഭാഗം സ്ഥാപിച്ചത് ലഘുലീശനാണ്. ഏകദേശം 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇദ്ദേഹത്തെ ശിവന്റെ 28ാമത്തെ അവതാരമായി കണക്കാക്കപ്പെടുന്നു. ഈ വിഭാഗം ശൈവമതത്തിലെ ആദ്യത്തെ സന്യാസക്രമം സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. പാശുപ വിഭാഗത്തിലെ അനുയായികൾ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? പഞ്ചരദിഗന്മാർ. പാശുപ വിഭാഗത്തിലെ അനുയായികളെ പഞ്ചരദിഗന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. ഈ പേര് അവരുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കാം. കൂടാതെ അവർ തപസ്സുകൾക്കും കർശനമായ അനുഷ്ഠാനങ്ങൾക്കും പേരുകേട്ടവരായിരുന്നു. ഭവഭൂതിയുടെ ഏത് നാടകത്തിലാണ് ശ്രീശൈലം കാപാലിക വിഭാഗത്തിന്റെ പ്രധാന കേന്ദ്രമായി പരാമർശിക്കുന്നത്? മാളതിമാധവം. ഭവഭൂതിയുടെ പ്രശസ്തമായ സംസ്കൃത നാടകമായ മാളതിമാധവത്തിൽ ശ്രീശൈലം കാപാലിക വിഭാഗത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായി ചിത്രീകരിക്കുന്നു. ഈ നാടകം കാപാലികരുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും കുറിച്ച് ഒരു ഉൾക്കാഴ്ച നൽകുന്നു. ശിവപുരാണത്തിൽ കാളമുഖ വിഭാഗത്തിലെ അനുയായികളെ എങ്ങനെയാണ് വിളിച്ചിരുന്നത്? മഹാവ്രതധാരന്മാർ. കാളമുഖ വിഭാഗത്തിലെ അനുയായികളെ ശിവപുരാണത്തിൽ മഹാവ്രതധാരന്മാർ എന്നാണ് പരാമർശിക്കുന്നത്. ഈ വിഭാഗം ശൈവമതത്തിലെ കടുത്ത അനുഷ്ഠാനങ്ങൾ പാലിച്ചിരുന്നവരും തപസ്സുകൾക്ക് പ്രാധാന്യം നൽകിയിരുന്നവരുമായിരുന്നു. ദക്ഷിണേന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്നതും ജംഗമന്മാർ എന്നും അറിയപ്പെട്ടിരുന്നതും ശിവലിംഗത്തെ ആരാധിച്ചിരുന്നതുമായ ശൈവ വിഭാഗം ഏതാണ്? ലിംഗായ വിഭാഗം. ദക്ഷിണേന്ത്യയിൽ, പ്രത്യേകിച്ച് കർണാടകയിൽ, പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു പ്രധാന ശൈവ വിഭാഗമാണ് ലിംഗായ വിഭാഗം. ഇത് വീരശൈവ വിഭാഗം എന്നും അറിയപ്പെടുന്നു. ഇവർ കഴുത്തിൽ ഒരു ചെറിയ ശിവലിംഗം ധരിക്കുകയും ഏകദൈവാരാധനയ്ക്ക് പ്രാധാന്യം നൽകുകയും ചെയ്തിരുന്നു. ലിംഗായ വിഭാഗത്തിന്റെ പ്രധാന പ്രചാരകർ ആരായിരുന്നു? അല്ലമപ്രഭുവും അദ്ദേഹത്തിന്റെ ശിഷ്യനായ ബസവയും ബസവണ്ണയും. 12ാം നൂറ്റാണ്ടിൽ ലിംഗായ വിഭാഗത്തിന് ജീവൻ നൽകിയ പ്രധാന വ്യക്തികളാണ് അല്ലമപ്രഭുവും അദ്ദേഹത്തിന്റെ ശിഷ്യനായ ബസവണ്ണയും. ഇവർ സാമൂഹിക തുല്യതയ്ക്കും ജാതിവിവേചനത്തിനെതിരെയും നിലകൊണ്ടു. കൂടാതെ ഭക്തിപ്രസ്ഥാനത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ലിംഗായ വിഭാഗത്തിന്റെ മറ്റൊരു പേരെന്താണ്? വീരശൈവ വിഭാഗം. ലിംഗായ വിഭാഗം വീരശൈവ വിഭാഗം എന്നും അറിയപ്പെടുന്നു. ഈ പേര് അവരുടെ തീവ്രമായ ഭക്തിയെയും ശിവനോടുള്ള അചഞ്ചലമായ വിശ്വാസത്തെയും സൂചിപ്പിക്കുന്നു. ഈ വിഭാഗം സാമൂഹിക പരിഷ്കരണങ്ങൾക്കും ഏകദൈവാരാധനയ്ക്കും ഊന്നൽ നൽകി. 10ാം നൂറ്റാണ്ടിൽ നാദ സമ്പ്രദായം സ്ഥാപിച്ചത് ആരാണ്? മത്സ്യേന്ദ്രനാഥൻ. നാദ സമ്പ്രദായം എന്നത് ശൈവമതത്തിലെ ഒരു പ്രധാന യോഗി പാരമ്പര്യമാണ്. മത്സ്യേന്ദ്രനാഥനാണ് ഇതിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത്. ഗോരഖ്നാഥ് ഈ സമ്പ്രദായത്തെ പിന്നീട് കൂടുതൽ പ്രചരിപ്പിച്ചു. നാദ സമ്പ്രദായത്തിന്റെ വ്യാപകമായ പ്രചാരണത്തിൽ പ്രധാന പങ്കുവഹിച്ചത് ആരാണ്? ഗുരു ഗോരഖ്നാഥ്. ഗുരു ഗോരഖ്നാഥ് നാദ സമ്പ്രദായത്തിലെ ഒരു പ്രധാന സന്യാസിയാണ്. അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളും യോഗാഭ്യാസങ്ങളും ഈ സമ്പ്രദായത്തെ ഉത്തരേന്ത്യയിൽ ഉടനീളം ജനകീയമാക്കി. ഗോരഖ്നാഥിന്റെ പേരിലാണ് ഗോരഖ്പൂർ നഗരം അറിയപ്പെടുന്നത്. ശിവന്റെയും പാർവതിയുടെയും ആദ്യത്തെ സംയോജിത വിഗ്രഹങ്ങൾ നിർമ്മിക്കപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ്? ഗുപ്തകാലഘട്ടം. ഗുപ്തകാലഘട്ടം ഇന്ത്യൻ കലയുടെയും വാസ്തുവിദ്യയുടെയും സുവർണ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു.
ഈ കാലഘട്ടത്തിലാണ് അർദ്ധനാരീശ്വര സങ്കല്പത്തിലുള്ള ശിവപാർവതി വിഗ്രഹങ്ങൾ ആദ്യമായി നിർമ്മിക്കപ്പെട്ടത്. ഇത് ശൈവമതത്തിലെ തത്വചിന്താപരമായ വളർച്ചയെ സൂചിപ്പിക്കുന്നു. നായനാർ സന്യാസിമാർ ആരായിരുന്നു? പല്ലവ കാലഘട്ടത്തിൽ ശൈവമതത്തിന്റെ വികാസത്തിൽ അവരുടെ പങ്ക് എന്തായിരുന്നു? നായനാർ സന്യാസിമാർ ശിവഭക്തരായ 63 പ്രമുഖരായിരുന്നു. ദക്ഷിണേന്ത്യയിലെ പല്ലവ കാലഘട്ടത്തിൽ ഭക്തിഗാനങ്ങളിലൂടെ തേവാരം ശൈവമതത്തിന്റെ വളർച്ചയ്ക്ക് അവർ കാര്യമായ സംഭാവന നൽകി. അപ്പർ, സമ്പന്തർ, സുന്ദരമൂർത്തി എന്നിവർ അവരിൽ പ്രമുഖരായിരുന്നു. നായനാർ സന്യാസിമാർ ദക്ഷിണേന്ത്യയിലെ ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാനികളായിരുന്നു. അവരുടെ തേവാരം എന്ന ഭക്തിഗാന സമാഹാരം ശിവഭക്തിയെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. ശൈവമതത്തെ കൂടുതൽ ജനകീയമാക്കുന്നതിനും ബ്രാഹ്മണ ഇതര വിഭാഗങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിനും ഇത് സഹായിച്ചു. എല്ലയിലെ പ്രശസ്തമായ കൈലാസ ക്ഷേത്രം നിർമ്മിച്ചത് ആരാണ്? രാഷ്ട്രകൂട രാജാക്കന്മാർ. എല്ലയിലെ കൈലാസ ക്ഷേത്രം രാഷ്ട്രകൂട രാജാവായ കൃഷ്ണൻ ഒന്നാമന്റെ ഭരണകാലത്താണ് നിർമ്മിക്കപ്പെട്ടത്. ഒരു പാറ തുരന്ന് ഒറ്റക്കല്ലിൽ കൊത്തിയുണ്ടാക്കിയ ഈ ക്ഷേത്രം ഇന്ത്യൻ ശില്പകലയുടെയും വാസ്തുവിദ്യയുടെയും ഒരു അത്ഭുതമായി കണക്കാക്കപ്പെടുന്നു. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇത് ഉൾപ്പെട്ടിട്ടുണ്ട്. തഞ്ചാവൂരിലെ പ്രശസ്തമായ രാജരാജേശ്വര ശൈവക്ഷേത്രം അഥവാ ബൃഹദേശ്വര ക്ഷേത്രം നിർമ്മിച്ചത് ആരാണ്? ചോള രാജാവായ രാജരാജൻ ഒന്നാമൻ. തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം ചോള സാമ്രാജ്യത്തിന്റെ വാസ്തുവിദ്യയുടെയും ശില്പകലയുടെയും ഉത്തമ ഉദാഹരണമാണ്. രാജരാജൻ ഒന്നാമന്റെ ഭരണകാലത്ത് നിർമ്മിച്ച ഈ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ആരുടെ ഭരണകാലത്താണ് കരംദണ്ഡയിലും കോഹിലും ശിവലിംഗങ്ങൾ സ്ഥാപിക്കപ്പെട്ടത്? കുമാരഗുപ്തൻ ഒന്നാമൻ. ഗുപ്തസാമ്രാജ്യത്തിലെ ഒരു പ്രധാന ഭരണാധികാരിയായിരുന്നു കുമാരഗുപ്തൻ ഒന്നാമൻ. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം മതപരമായ സഹിഷ്ണുതയുടെയും വിവിധ ആരാധനാരീതികളുടെയും വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു. കരംദണ്ഡയിലെയും കോഹിലെയും ശിവലിംഗങ്ങൾ ശൈവമതത്തിന്റെ വ്യാപനത്തെയും ഗുപ്തകാലഘട്ടത്തിലെ മതപരമായ പ്രാധാന്യത്തെയും സൂചിപ്പിക്കുന്നു. ഗുപ്തകാലഘട്ടത്തിൽ ശിവന്റെയും നച്നാഗുഡാറിലെയും ക്ഷേത്രങ്ങൾ എവിടെയാണ് നിർമ്മിക്കപ്പെട്ടത്? ഭൂമ്ര. ഗുപ്തകാലഘട്ടത്തിലെ ക്ഷേത്രവാസ്തുവിദ്യയുടെ പ്രധാന ഉദാഹരണങ്ങളിലൊന്നാണ് ഭൂമ്രയിലെ ശിവക്ഷേത്രം. ഈ കാലഘട്ടത്തിൽ നിർമ്മിച്ച അനേകം കൽക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. നച്നാഗുഡാറിലെ പാർവതി ക്ഷേത്രവും ഗുപ്തവാസ്തുവിദ്യയുടെ മറ്റൊരു പ്രധാന ഉദാഹരണമാണ്. ആരുടെ നാണയങ്ങളിലാണ് ശിവന്റെയും നന്ദിയുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത്? കുഷാണ രാജാക്കന്മാർ. കുഷാണ രാജാക്കന്മാരുടെ നാണയങ്ങൾ അവരുടെ മതപരമായ വിശ്വാസങ്ങളെയും സാംസ്കാരിക സ്വാധീനങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. ശിവന്റെയും നന്ദിയുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത നാണയങ്ങൾ കുഷാണ ഭരണാധികാരികൾ ശൈവമതത്തിന് നൽകിയ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. കനിഷ്കനെപ്പോലുള്ള കുഷാണ രാജാക്കന്മാർ ബുദ്ധമതത്തെയും ശൈവമതത്തെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു. ശൈവമതത്തിലെ പാശുപ സമ്പ്രദായത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? ലകുലീശൻ. പാശുപ സമ്പ്രദായം ശൈവമതത്തിലെ ഏറ്റവും പഴക്കമുള്ളതും പ്രധാനപ്പെട്ടതുമായ ഒരു വിഭാഗമാണ്. ലകുലീശനാണ് ഇതിന്റെ സ്ഥാപകനായി കണക്കാക്കപ്പെടുന്നത്. ഈ സമ്പ്രദായം കർശനമായ തപസ്സുകൾക്കും യോഗാഭ്യാസങ്ങൾക്കും ഊന്നൽ നൽകുന്നു. ലിംഗായത്ത് വിഭാഗം സ്ഥാപിച്ചത് ആരാണ്? ബസവണ്ണ. ലിംഗായത്ത് മതം വീരശൈവ മതം എന്നും അറിയപ്പെടുന്നു. 12ാം നൂറ്റാണ്ടിൽ കർണാടകത്തിൽ ബസവണ്ണ സ്ഥാപിച്ചു. സാമൂഹിക സമത്വത്തിനും ജാതി സമ്പ്രദായത്തിനെതിരായ നിലപാടുകൾക്കും ഈ പ്രസ്ഥാനം പ്രാധാന്യം നൽകി. ശിവനെ ലിംഗരൂപത്തിൽ ആരാധിക്കുന്നതിലാണ് ഇവർ വിശ്വസിക്കുന്നത്. നാദ് വിഭാഗം സ്ഥാപിച്ചത് ആരാണ്? മത്സ്യേന്ദ്രനാഥൻ. നാദ് സമ്പ്രദായം എന്നത് ഇന്ത്യയിലെ ഒരു പ്രധാന യോഗ പാരമ്പര്യമാണ്. മത്സ്യേന്ദ്രനാഥനാണ് ഇത് സ്ഥാപിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഗോരഖ്നാഥ് ആണ് ഇതിനെ ജനകീയമാക്കുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്തത്. യോഗാഭ്യാസങ്ങൾക്കും താന്ത്രിക വിദ്യകൾക്കും ഈ സമ്പ്രദായത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അഥർവവേദത്തിൽ ശിവനെ ഏതെല്ലാം പേരുകളിലാണ് പരാമർശിക്കുന്നത്? പശുപതി, ഭവ, ഭൂപതി തുടങ്ങിയ പേരുകളിൽ. വേദകാലഘട്ടത്തിലെ പ്രധാന ദേവന്മാരിൽ ഒരാളാണ് ശിവൻ. അഥർവവേദത്തിൽ ശിവനെ വ്യത്യസ്ത പേരുകളിലും ഭാവങ്ങളിലുമാണ് വർണ്ണിക്കുന്നത്. പശുപതി എന്നത് മൃഗങ്ങളുടെയും പ്രപഞ്ചത്തിന്റെയും അധിപൻ എന്ന അർത്ഥത്തിൽ വരുന്നതും ഭവ, ഭൂപതി എന്നിവ ശിവന്റെ സംരക്ഷക ഭാവങ്ങളെ സൂചിപ്പിക്കുന്നതുമാണ്.
വീരശൈവ അഥവാ ലിംഗായത്ത് പ്രസ്ഥാനം വികസിപ്പിച്ചെടുത്തത് ആരാണ്? ഏത് രാജാവിന്റെ കീഴിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു? കല്യാണയിലെ ചാലൂക്യ രാജാവ് ബിജാല രായയുടെ മന്ത്രിയായിരുന്ന ബസവണ്ണ. 12ാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യയിൽ വികസിച്ചുവന്ന ഒരു പ്രധാന സാമൂഹിക മത പ്രസ്ഥാനമാണ് വീരശൈവ അഥവാ ലിംഗായത്ത് പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രചാരകൻ ബസവണ്ണയായിരുന്നു. ഇദ്ദേഹം കല്യാണിലെ ചാലൂക്യ രാജാവായ ബിജാല രായയുടെ മന്ത്രിസ്ഥാനം വഹിച്ചിരുന്നു. ഈ പ്രസ്ഥാനം ജാതിവ്യവസ്ഥയെയും ലിംഗ അസമത്വങ്ങളെയും ചോദ്യം ചെയ്തു. മരണത്തെയും മരണാനന്തര ജീവിതത്തെയും കുറിച്ച് ലിംഗായത്ത് വിഭാഗത്തിന്റെ രണ്ട് സവിശേഷമായ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ എന്തൊക്കെയാണ്? അവർ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നില്ല. അവരുടെ മൃതദേഹങ്ങൾ ആചാരപരമായി അടക്കം ചെയ്യുന്നു. ലിംഗായത്ത് വിശ്വാസപ്രകാരം മരണശേഷം ആത്മാവ് ശിവനുമായി ലയിക്കുന്നു എന്നാണ്. അതിനാൽ അവർ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നില്ല. മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിനു പകരം ലിംഗായത്ത് വിഭാഗക്കാർ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുകയാണ് പതിവ്. ഈ ആചാരങ്ങൾ അവരുടെ തത്വചിന്തയുടെയും സാമൂഹിക വീക്ഷണത്തിന്റെയും പ്രതിഫലനമാണ്. ഏത് പുരാതന പാരമ്പര്യത്തിൽ നിന്നാണ് വൈഷ്ണവ വിഭാഗം വികസിച്ചത്? അതിന്റെ സ്ഥാപകനായി പരമ്പരാഗതമായി കണക്കാക്കപ്പെടുന്നത് ആരാണ്? ഭാഗവത പാരമ്പര്യത്തിൽ നിന്നാണ് ഇത് വികസിച്ചത്. വൃഷ്ണി, സാത്വ വംശജനായ കൃഷ്ണന്റെ പിൻഗാമിയായിട്ടാണ് ഇതിന്റെ സ്ഥാപകനെ പരമ്പരാഗതമായി കണക്കാക്കുന്നത്. വൈഷ്ണവ മതം ഭഗവാൻ വിഷ്ണുവിനെ പരമോന്നത ദൈവമായി ആരാധിക്കുന്ന ഹിന്ദുമതത്തിലെ പ്രധാന വിഭാഗങ്ങളിൽ ഒന്നാണ്. ഭാഗവത പാരമ്പര്യത്തിൽ നിന്നാണ് ഇത് വികസിച്ചത്. വൃഷ്ണി വംശത്തിൽപ്പെട്ട വാസുദേവ കൃഷ്ണനെയാണ് ഇതിന്റെ പ്രധാന പ്രണേതാവായി കണക്കാക്കുന്നത്. ഭക്തി, സേവനം, ശരണാഗതി എന്നിവയ്ക്ക് ഈ വിഭാഗം ഊന്നൽ നൽകുന്നു. ഏത് ഉപനിഷത്തിലാണ് കൃഷ്ണനെ ആദ്യമായി പരാമർശിക്കുന്നത്? അവിടെ അദ്ദേഹത്തെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ചാന്തോഗ്യ ഉപനിഷത്ത് ദേവകിയുടെ മകനായും ഘോര അങ്കിരസിന്റെ ശിഷ്യനായും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. ഉപനിഷത്തുകൾ പ്രാചീന ഭാരതത്തിലെ തത്വചിന്താപരമായ ഗ്രന്ഥങ്ങളാണ്. ചാന്തോഗ്യ ഉപനിഷത്തിലെ പരാമർശം കൃഷ്ണന്റെ ചരിത്രപരമായ അസ്തിത്വത്തിന് ഒരു തെളിവായി പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇവിടെ കൃഷ്ണനെ ഒരു തത്വചിന്തകനായും ഗുരുവിന്റെ ശിഷ്യനായും ചിത്രീകരിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ യോഗീശ്വര ഭാവത്തിന് ഊന്നൽ നൽകുന്നു. ഭാഗവത പാരമ്പര്യവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ശിലാസ്മാരകം ഏതാണ്? അത് ആര് നിർമ്മിച്ചു? ഗ്രീക്ക് അംബാസഡറായ ഹെലിയോഡോറസ് നിർമ്മിച്ച വിദിഷയിലെ ബെസാനഗർ ഗരുഡസ്തംഭം. BC 2ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ഗരുഡസ്തംഭം ഭാഗവത മതത്തിന്റെ വ്യാപനത്തിന് ഒരു പ്രധാന തെളിവാണ്. ഇന്തോ ഗ്രീക്ക് രാജാവായ അന്തിയൽകിദാസിന്റെ പ്രതിനിധിയായിരുന്ന ഹെലിയോഡോറസ് വാസുദേവ കൃഷ്ണന്റെ ഭക്തനായി മാറിയതിനു ശേഷമാണ് ഇത് സ്ഥാപിച്ചത്. ഇത് പ്രാചീന ഇന്ത്യയിലെ മതപരമായ സഹിഷ്ണുതയുടെയും സാംസ്കാരിക വിനിമയത്തിന്റെയും ഉദാഹരണമാണ്. ഗ്രീക്ക് അംബാസഡർ മെഗസ്തനീസ് ശൂരസേനയിലെ മധുര വാസുദേവ കൃഷ്ണന്റെ ആരാധകരെ എങ്ങനെയാണ് പരാമർശിച്ചത്? അദ്ദേഹം അവരെ ഹെരാക്ലീസ് ആരാധകർ എന്ന് പരാമർശിച്ചു. മൗര്യ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഗ്രീക്ക് അംബാസഡറായിരുന്നു മെഗസ്തനീസ്. അദ്ദേഹത്തിന്റെ ഇൻഡിക്ക എന്ന ഗ്രന്ഥം പ്രാചീന ഇന്ത്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. അദ്ദേഹം ഗ്രീക്ക് ദേവനായ ഹെരാക്ലീസുമായി വാസുദേവ കൃഷ്ണനെ തുലനം ചെയ്ത് പരാമർശിച്ചത് ഭാരതീയ ദൈവങ്ങളെ ഗ്രീക്ക് പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചതിന്റെ ഒരു ഉദാഹരണമാണ്. ഭാഗവത മതത്തിന്റെ ആദ്യത്തെ അടയാളം ആരുടെ നാണയങ്ങളിലാണ് കാണപ്പെടുന്നത്? അപ്പോളോഡോറസ്. BC 2ാം നൂറ്റാണ്ടിലെ ഇന്തോ ഗ്രീക്ക് രാജാവായ അപ്പോളോഡോറസിന്റെ നാണയങ്ങളിലാണ് ഭാഗവത മതത്തിന്റെ ആദ്യകാല അടയാളങ്ങൾ കണ്ടെത്തിയത്. ഈ നാണയങ്ങളിൽ വാസുദേവന്റെയും സംഘർഷണന്റെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. ഇത് ഗ്രീക്ക് ഭരണാധികാരികൾക്കിടയിൽ പോലും ഭാഗവത മതത്തിന്റെ സ്വാധീനം വർദ്ധിച്ചുവരുന്നതിനെ സൂചിപ്പിക്കുന്നു. പുരാവസ്തുപരമായ തെളിവുകളിൽ നാണയങ്ങൾക്കുള്ള പ്രാധാന്യം ഇത് എടുത്തു കാണിക്കുന്നു. വൈഷ്ണവമ വിശ്വാസികളായി അറിയപ്പെട്ടിരുന്ന കുശാന ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു? ഹുവിഷ്കയും വാസുദേവയും. കുശാന സാമ്രാജ്യത്തിലെ ഹുവിഷ്ക, വാസുദേവ ഒന്നാമൻ എന്നീ ഭരണാധികാരികൾ വൈഷ്ണവ വിശ്വാസം പുലർത്തിയിരുന്നു. ഇത് കുശാന കാലഘട്ടത്തിലെ മതപരമായ വൈവിധ്യത്തെയും വൈഷ്ണവ മതത്തിന്റെ ആദ്യകാല സ്വാധീനത്തെയും എടുത്തു കാണിക്കുന്നു. ഏത് കാലഘട്ടത്തിലാണ് വൈഷ്ണവമതം അതിന്റെ ഉന്നതിയിലെത്തുകയും ഒരു രാജ്യമതമായി മാറുകയും ചെയ്തത്? ഗുപ്ത ഭരണാധികാരികളുടെ കാലത്ത്, ഗുപ്ത കാലഘട്ടത്തിൽ. ഗുപ്ത കാലഘട്ടത്തിലാണ് വൈഷ്ണവമതം അതിന്റെ സുവർണ കാലഘട്ടം അനുഭവിച്ചത്. ഈ കാലഘട്ടത്തിൽ വൈഷ്ണവമതം വ്യാപകമായി പ്രചരിക്കുകയും സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതങ്ങളിൽ ഒന്നായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു.
മിക്ക ഗുപ്ത ഭരണാധികാരികളും സ്വീകരിച്ച സ്ഥാനപ്പേര് എന്തായിരുന്നു? അവരുടെ രാജകീയ ചിഹ്നം എന്തായിരുന്നു? അവർ പരമഭാഗവത് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു. അവരുടെ രാജകീയ ചിഹ്നം വിഷ്ണുവിന്റെ വാഹനമായ ഗരുഡനായിരുന്നു. ഗുപ്ത ഭരണാധികാരികൾ വൈഷ്ണവ ഭക്തിയുടെ ഭാഗമായി പരമഭാഗവത് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു. വിഷ്ണുവിന്റെ വാഹനമായ ഗരുഡനെ അവരുടെ രാജകീയ ചിഹ്നമായി സ്വീകരിച്ചത് അവരുടെ വൈഷ്ണവ ബന്ധം വ്യക്തമാക്കുന്നു. അമർകോശം രചിച്ചത് ആരാണ്? വിഷ്ണുവിനെക്കുറിച്ച് അത് എന്ത് പ്രധാന വിവരമാണ് നൽകുന്നത്? അമരസിംഹൻ. ഇത് വിഷ്ണുവിന്റെ 39 പേരുകൾ പരാമർശിക്കുകയും അദ്ദേഹത്തെ വാസുദേവന്റെ പുത്രനായി വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. അമരസിംഹൻ രചിച്ച അമർകോശം ഒരു പ്രധാന സംസ്കൃത നിഘണ്ടുവാണ്. ഈ ഗ്രന്ഥം വിഷ്ണുവിന്റെ 39 പേരുകൾ നൽകുകയും അദ്ദേഹത്തെ വാസുദേവന്റെ പുത്രനായി വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് പുരാതന ഇന്ത്യൻ പദാവലിയിലും മതപഠനങ്ങളിലും അതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഏത് രാജവംശത്തിലെ ഭരണാധികാരികളാണ്, പ്രത്യേകിച്ചും വെങ്ങിയിലെ കിഴക്കൻ ചാലൂക്യർ, വൈഷ്ണവ വിശ്വാസികളായിരുന്നുവെന്നും ഗരുഡനെ തങ്ങളുടെ ചിഹ്നമായി സ്വീകരിച്ചിരുന്നുവെന്നും അറിയപ്പെടുന്നത്? വെങ്ങിയിലെ കിഴക്കൻ ചാലൂക്യ ഭരണാധികാരികൾ. വെങ്ങിയിലെ കിഴക്കൻ ചാലൂക്യ ഭരണാധികാരികൾ വൈഷ്ണവ വിശ്വാസികളായിരുന്നു. ഗുപ്തരെപ്പോലെ അവർ വിഷ്ണുവിന്റെ വാഹനമായ ഗരുഡനെ തങ്ങളുടെ രാജകീയ ചിഹ്നമായി സ്വീകരിച്ചു. ഇത് ദക്ഷിണേന്ത്യയിലെ വൈഷ്ണവ മതത്തിന്റെ വ്യാപനം കാണിക്കുന്നു. എല്ലയിലെ പ്രസിദ്ധമായ ദശാവതാര ക്ഷേത്രം പണികഴിപ്പിച്ചത് ആരാണ്? രാഷ്ട്രകൂട ഭരണാധികാരി ദന്തിദുർഗ. എല്ലയിലെ ദശാവതാര ക്ഷേത്രം ഗുഹ 15 രാഷ്ട്രകൂട രാജാവായ ദന്തിദുർഗയുടെ ഭരണകാലത്ത് പണികഴിപ്പിച്ചതാണ്. ഇത് രാഷ്ട്രകൂട വാസ്തുവിദ്യയുടെ ഒരു പ്രധാന ഉദാഹരണവും ഹൈന്ദവ ദേവതകളുടെ, പ്രത്യേകിച്ച് വിഷ്ണുവിന്റെ ദശാവതാരങ്ങളുടെ ശില്പങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രധാന ആരാധനാലയവുമാണ്. തമിഴ് പ്രദേശത്ത് വൈഷ്ണവമതം പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചവർ ആരായിരുന്നു? ആഴ്വാർ സന്യാസിമാർ. ആഴ്വാർ സന്യാസിമാർ ദക്ഷിണേന്ത്യയിലെ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാനികളായിരുന്നു. അവരുടെ വൈഷ്ണവ ഭക്തിഗാനങ്ങളും പ്രബോധനങ്ങളും വൈഷ്ണവ മതത്തെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ സഹായിച്ചു. എത്ര ആഴ്വാർ സന്യാസിമാർ ഉണ്ടായിരുന്നു? 12. ആഴ്വാർ സന്യാസിമാർ 12 പേരായിരുന്നു. ഇവരുടെ ദിവ്യപ്രബന്ധങ്ങൾ തമിഴ് ഭക്തിസാഹിത്യത്തിലെ പ്രധാന കൃതികളായി കണക്കാക്കപ്പെടുന്നു. ഇത് വൈഷ്ണവ മതത്തിന്റെ തമിഴ് പാരമ്പര്യത്തിന് ശക്തമായ അടിത്തറ നൽകി. ആദ്യകാല ആഴ്വാർ സന്യാസിമാർ ആരായിരുന്നു? അവർ എവിടെ നിന്നാണ് വന്നത്? പോയ്കയാഴ്വാർ, കാഞ്ചി, പൂതത്താഴ്വാർ, മല്ലൈ, പേയാഴ്വാർ, മൈലാപ്പൂർ. പോയ്കയാഴ്വാർ, പൂതത്താഴ്വാർ, പേയാഴ്വാർ എന്നിവരെ മുതൽ ആഴ്വാർമാർ അഥവാ ആദ്യത്തെ ആഴ്വാർമാർ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇവർ യഥാക്രമം കാഞ്ചി, മല്ലൈ, മൈലാപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഇവരാണ് ആഴ്വാർ ഭക്തിപ്രസ്ഥാനത്തിന് തുടക്കമിട്ടത്. ആഴ്വാർ സന്യാസിമാരിൽ ഏക വനിതാ സന്യാസി ആരായിരുന്നു? ആണ്ടാൾ. ആണ്ടാൾ ആയിരുന്നു ആഴ്വാർമാരിൽ ഏക വനിതാ സന്യാസി. തിരുപ്പാവൈ, നാച്ചിയാർ തിരുമൊഴി എന്നിവയാണ് ആണ്ടാളിന്റെ പ്രധാന കൃതികൾ. ഇത് തമിഴ് ഭക്തിസാഹിത്യത്തിലെ അമൂല്യ സംഭാവനകളാണ്. മത്സ്യപുരാണത്തിൽ വിവരിച്ചിരിക്കുന്ന വിഷ്ണുവിന്റെ ദശാവതാരങ്ങൾ ഏവ? മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, രാമൻ, കൃഷ്ണൻ, ബുദ്ധൻ, കൽക്കി. വിഷ്ണുവിന്റെ 10 അവതാരങ്ങളാണ് ദശാവതാരങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇവ ഹൈന്ദവ വിശ്വാസത്തിലെ പ്രധാനപ്പെട്ട സങ്കല്പങ്ങളിൽ ഒന്നാണ്. മത്സ്യപുരാണം ഉൾപ്പെടെയുള്ള പുരാണങ്ങളിൽ ഈ അവതാരങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഗുപ്തകാലഘട്ടത്തിൽ വിഷ്ണുവിന്റെ ഏത് അവതാരമാണ് കൂടുതൽ പ്രചാരത്തിലുണ്ടായിരുന്നത്? വരാഹം, പന്നി. ഗുപ്തകാലഘട്ടത്തിൽ വിഷ്ണുവിന്റെ വരാഹാവതാരത്തിന് വലിയ പ്രാധാന്യം ലഭിച്ചിരുന്നു. ഭൂമിയെ രക്ഷിക്കുന്ന വരാഹത്തിന്റെ ശില്പങ്ങളും ചിത്രീകരണങ്ങളും ഈ കാലഘട്ടത്തിൽ വ്യാപകമായിരുന്നു. ഇത് ഗുപ്തരാജാക്കന്മാരുടെ ഭരണത്തെയും ശക്തിയെയും പ്രതീകാത്മകമായി ചിത്രീകരിച്ചു. അദ്വൈത തത്വചിന്തയുടെ ദശനാമി സമ്പ്രദായം സ്ഥാപകൻ ആരായിരുന്നു? ആദിശങ്കരാചാര്യർ. 8ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആദിശങ്കരാചാര്യരാണ് അദ്വൈത വേദാന്ത തത്വചിന്തയുടെ പ്രധാന പ്രയോക്താവ്. ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് ഈ തത്വചിന്ത പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഭാരതീയ തത്വചിന്തയ്ക്ക് നിസ്തുലമാണ്. വിശിഷ്ടാദ്വൈത തത്വചിന്തയുടെ വൈഷ്ണവ സമ്പ്രദായം സ്ഥാപകൻ ആരായിരുന്നു?
രാമാനുജൻ 11-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന രാമാനുജനാണ് വിശിഷ്ടാദ്വൈത തത്വചിന്തയുടെ പ്രധാന വക്താവ്. ബ്രഹ്മം ഏകമാണെങ്കിലും അതിന് ഗുണങ്ങളുണ്ടെന്നും ജീവാത്മാവും ഈശ്വരനും തമ്മിൽ വേർപെടുത്താനാവാത്ത ബന്ധമുണ്ടെന്നും ഇത് പഠിപ്പിക്കുന്നു. ഭക്തിമാർഗത്തിന് അദ്ദേഹം വലിയ പ്രാധാന്യം നൽകി. ദ്വൈത തത്വചിന്തയുടെ ബ്രഹ്മസമ്പ്രദായം സ്ഥാപകൻ ആരായിരുന്നു? ആനന്ദതീർത്ഥൻ മാധവാചാര്യൻ. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മാധവാചാര്യർ അഥവാ ആനന്ദതീർത്ഥനാണ് ദ്വൈത തത്വചിന്തയുടെ സ്ഥാപകൻ. ഈ തത്വചിന്ത അനുസരിച്ച് ഈശ്വരനും ജീവാത്മാവും പ്രകൃതിയും 3 വ്യത്യസ്തമായ യാഥാർത്ഥ്യങ്ങളാണ്. ഇത് അദ്വൈത ചിന്തയിൽ നിന്ന് വിഭിന്നമാണ്. ശുദ്ധാദ്വൈത തത്വചിന്തയുടെ രുദ്രസമ്പ്രദായം സ്ഥാപകൻ ആരായിരുന്നു? വല്ലഭാചാര്യർ വിഷ്ണുസ്വാമി. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വല്ലഭാചാര്യറാണ് ശുദ്ധാദ്വൈത തത്വചിന്തയുടെ പ്രധാന പ്രയോക്താവ്. ഈ തത്വചിന്ത ബ്രഹ്മത്തെ നിർഗുണവും നിർവിശേഷവുമായ ഒന്നായി കാണാതെ അതിന് ഗുണങ്ങളുണ്ടെന്ന് സ്ഥാപിക്കുന്നു. ഭക്തിമാർഗത്തിന്, പ്രത്യേകിച്ച് കൃഷ്ണഭക്തിക്ക് പ്രാധാന്യം നൽകി. ദ്വൈതാദ്വൈത തത്വചിന്തയുടെ സനക സമ്പ്രദായം സ്ഥാപകൻ ആരായിരുന്നു? നിംബാർക്കൻ. 13-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ജീവിച്ചിരുന്ന നിംബാർക്കനാണ് ദ്വൈതാദ്വൈത തത്വചിന്തയുടെ സ്ഥാപകൻ. ഈ തത്വചിന്ത അനുസരിച്ച് ഈശ്വരനും ജീവാത്മാവും ഒരേ സമയം ഒന്നാണെന്നിരിക്കെ തന്നെ വ്യത്യസ്തവുമാണ്. ഭക്തിമാർഗത്തിന്, പ്രത്യേകിച്ചും രാധാകൃഷ്ണ ഭക്തിക്ക് പ്രാധാന്യം നൽകി. വാർക്കരി സമ്പ്രദായം സ്ഥാപിച്ചത് ആരായിരുന്നു? നാൻദേവ്. മഹാരാഷ്ട്രയിലെ ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാനികളിൽ ഒരാളായ സന്ത് നാൻദേവ് 1270 മുതൽ 1350 വരെ ആണ് വാർക്കരി സമ്പ്രദായം സ്ഥാപിച്ചത്. വിഠോബ ഭക്തിക്ക് പ്രാധാന്യം നൽകുന്ന ഈ സമ്പ്രദായം സാമൂഹിക സമത്വത്തിനും അഹിംസയ്ക്കും ഊന്നൽ നൽകുന്നു. മഹാരാഷ്ട്രയുടെ സാംസ്കാരിക ചരിത്രത്തിൽ ഇതിന് വലിയ സ്വാധീനമുണ്ട്. ധാർക്കരി സമ്പ്രദായം സ്ഥാപിച്ചത് ആരായിരുന്നു? രാംദാസ്. ഛത്രപതി ശിവാജിയുടെ ഗുരുവായിരുന്ന സന്ത് രാംദാസ് 1608 മുതൽ 1682 വരെ ആണ് ധാർക്കരി സമ്പ്രദായം സ്ഥാപിച്ചത്. ഈ സമ്പ്രദായം ഭക്തിയോടൊപ്പം കർമ്മയോഗത്തിനും ദേശീയബോധത്തിനും പ്രാധാന്യം നൽകുന്നു. മറാത്ത സാമ്രാജ്യത്തിന്റെ വളർച്ചയിൽ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു. ശ്രീവൈഷ്ണവ സമ്പ്രദായം സ്ഥാപിച്ചത് ആരായിരുന്നു? രാമാനുജൻ. വിശിഷ്ടാദ്വൈത തത്വചിന്തയുടെ സ്ഥാപകൻ കൂടിയായ രാമാനുജനാണ് ശ്രീവൈഷ്ണവ സമ്പ്രദായത്തിന്റെ പ്രധാന ആചാര്യൻ. ഈ സമ്പ്രദായം വിഷ്ണുവിനെയും ലക്ഷ്മിയെയും പ്രധാന ദൈവങ്ങളായി ആരാധിക്കുകയും ഭക്തിക്ക് ഊന്നൽ നൽകുകയും ചെയ്യുന്നു. ദക്ഷിണേന്ത്യയിൽ ഇതിന് വലിയ പ്രചാരമുണ്ട്. രാമാവത് വിഭാഗം സ്ഥാപിച്ചത് ആര്? രാമാനന്ദൻ. ഇന്ത്യയിലെ ഭക്തിപ്രസ്ഥാനത്തിലെ ഒരു പ്രമുഖ സന്യാസിയായിരുന്നു രാമാനന്ദൻ. വൈഷ്ണവ വിഭാഗത്തിലെ രാമാവത് സമ്പ്രദായം സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. ഹിന്ദു സമൂഹത്തിൽ ജാതിഭേദമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട വ്യക്തി കൂടിയായിരുന്നു രാമാനന്ദൻ. ആജീവക വിഭാഗം സ്ഥാപിച്ചത് ആര്? മക്കാലി ഗോസാല. പുരാതന ഇന്ത്യയിലെ ഒരു ശമണ വിഭാഗമായിരുന്നു ആജീവകം. കർമ്മ സിദ്ധാന്തങ്ങളെയും പുനർജന്മത്തെയും നിഷേധിച്ചിരുന്ന ഈ വിഭാഗം നിയതി, വിധിക്ക് പ്രാധാന്യം നൽകിയിരുന്നു. മക്കാലി ഗോസാല ബുദ്ധന്റെയും മഹാവീരന്റെയും സമകാലികനായിരുന്നു. ഉച്ഛേദവാദ തത്വചിന്ത സ്ഥാപിച്ചത് ആര്? അജിത കേശകംബലി. പുരാതന ഭാരതത്തിലെ ഒരു ഭൗതികവാദ തത്വചിന്തയായിരുന്നു ഉച്ഛേദവാദം. മരണശേഷം ആത്മാവോ ജീവനോ നിലനിൽക്കുന്നില്ലെന്ന് ഈ ചിന്താഗതി പറയുന്നു. അജിത കേശകംബലി ബുധന്റെ സമകാലികനായിരുന്നു. പുരാതന ഇന്ത്യൻ പാരമ്പര്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അണുവാദ തത്വചിന്ത സ്ഥാപിച്ചത് ആര്? പൂരൻ കാശപൻ. അജിത കേശകംബലിയെപ്പോലെ ബുധന്റെ സമകാലികനായ ഒരു സന്യാസിയായിരുന്നു പൂരൻ കാശപൻ. ഇദ്ദേഹം അക്രിയാവാദം എന്ന ചിന്താഗതിയുടെ പ്രചാരകനായിരുന്നു. കർമ്മങ്ങൾക്ക് ഗുണമോ ദോഷമോ ഇല്ലെന്നും അവയ്ക്ക് ധാർമ്മികമായ ഫലങ്ങളില്ലെന്നും ഈ തത്വചിന്ത വാദിക്കുന്നു. കംബോഡിയയിലെ അങ്കോർ വാട്ട് ക്ഷേത്രം നിർമ്മിച്ചത് ആര്? സൂര്യവർമ്മൻ II. കെമർ വാസ്തുവിദ്യയുടെ മകുടോദാഹരണമാണ് കംബോഡിയയിലെ അങ്കോർ വാട്ട് ക്ഷേത്രം. 12-ാം നൂറ്റാണ്ടിൽ സൂര്യവർമ്മൻ II എന്ന കെമർ ചക്രവർത്തിയാണ് ഈ വിഷ്ണു ക്ഷേത്രം നിർമ്മിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ മതപരമായ സ്മാരകങ്ങളിൽ ഒന്നാണിത്. പുരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ചത് ആര്? ഗംഗാ രാജവംശത്തിലെ പ്രശസ്തനായ രാജാവ് അനന്തവർമ്മൻ ചോദഗംഗ ദേവൻ.
ഒഡീഷയിലെ പുരിയിലുള്ള പ്രസിദ്ധമായ ജഗന്നാഥ ക്ഷേത്രം ഹിന്ദുമതത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. 12ാം നൂറ്റാണ്ടിൽ ഗംഗാ രാജവംശത്തിലെ അനന്തവർമ്മൻ ചോദഗംഗ ദേവൻ ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ പിൻഗാമികൾ നിർമ്മാണം പൂർത്തിയാക്കി. വിഷ്ണുവിന്റെ അവതാരമായി ബുധനെ ഏത് ഗ്രന്ഥങ്ങളിലാണ് പരാമർശിച്ചിരിക്കുന്നത്? ക്ഷേമേന്ദ്രന്റെ ദശാവതാര ചരിതത്തിലും മത്സ്യപുരാണത്തിലും. പിൽക്കാല ഹൈന്ദവ പാരമ്പര്യത്തിൽ ബുധനെ വിഷ്ണുവിന്റെ 9ാമത്തെ അവതാരമായി കണക്കാക്കുന്നു. ഹിന്ദുമതവും ബുദ്ധമതവും തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കാനും ബുദ്ധമതത്തിന്റെ വ്യാപനം ഉൾക്കൊള്ളാനുമുള്ള ഒരു ശ്രമമായി ഇതിനെ കാണാം. ഈ ആശയം പ്രധാനമായും പുരാണങ്ങളിലും മറ്റ് ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും കാണാം. മഗധ ഭരിച്ച ആദ്യത്തെ രാജവംശം ഏതായിരുന്നു? ഹര്യങ്ക രാജവംശം. BC 6ാം നൂറ്റാണ്ടോടെയാണ് മഗധ ഒരു പ്രധാന മഹാജനപദമായി ഉയർന്നുവന്നത്. ഹര്യങ്ക രാജവംശമാണ് മഗധ ഭരിച്ച ആദ്യത്തെ സുസ്ഥിരമായ രാജവംശമായി കണക്കാക്കപ്പെടുന്നത്. ബിംബിസാരൻ ഈ രാജവംശത്തിലെ പ്രമുഖ ഭരണാധികാരിയായിരുന്നു. ഹര്യങ്ക രാജവംശത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? അദ്ദേഹത്തിന്റെ തലസ്ഥാനം ഏതായിരുന്നു? ഗിരിവ്രജം രാജഗൃഹം തലസ്ഥാനമാക്കിയ ബിംബിസാരൻ. ബിംബിസാരൻ ഹര്യങ്ക രാജവംശത്തിന്റെ സ്ഥാപകനും ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരികളിൽ ഒരാളുമായിരുന്നു. സാമ്രാജ്യം വികസിപ്പിക്കുന്നതിനായി ഇദ്ദേഹം വിവാഹബന്ധങ്ങളെയും സൈനിക വിജയങ്ങളെയും ആശ്രയിച്ചു. ബുദ്ധന്റെയും മഹാവീരന്റെയും സമകാലികൻ കൂടിയായിരുന്നു ബിംബിസാരൻ. അവന്തി നരേഷ് ചന്ദ പ്രത്യോദയുടെ ചികിത്സയ്ക്കായി ബിംബിസാര രാജാവ് തന്റെ രാജകീയ വൈദ്യനായി ആരെയാണ് അയച്ചത്? ജീവകൻ. ബിംബിസാരന്റെ കൊട്ടാരത്തിലെ പ്രമുഖ വൈദ്യനായിരുന്നു ജീവകൻ. ഇദ്ദേഹം ആയുർവേദത്തിൽ അഗാധമായ അറിവുള്ള വ്യക്തിയായിരുന്നു. ബുധന്റെ ചികിത്സയിലും ജീവകൻ പങ്കുവഹിച്ചിട്ടുണ്ട്. ഹര്യങ്ക രാജവംശത്തിലെ അവസാന ഭരണാധികാരി ആരായിരുന്നു? നാഗദാസകൻ. ഹര്യങ്ക രാജവംശം മഗധ ഭരിച്ചിരുന്ന ഒരു പ്രധാന രാജവംശമായിരുന്നു. ബിംബിസാരൻ സ്ഥാപിച്ച ഈ രാജവംശം പിന്നീട് ശിശുനാഗ വംശം അധികാരത്തിലേറുന്നതോടെ അവസാനിച്ചു. നാഗദാസകൻ ഹര്യങ്ക രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു. ഏതു ഭരണാധികാരിയാണ് അവന്തിയെ മഗധ രാജ്യത്തോട് കൂട്ടിച്ചേർത്തത്? ശിശുനാഗൻ. ശിശുനാഗൻ മഗധയിലെ ശിശുനാഗ രാജവംശത്തിന്റെ സ്ഥാപകനായിരുന്നു. അദ്ദേഹം അവന്തിയെ മഗധയോട് കൂട്ടിച്ചേർത്തത് മഗധയുടെ വികാസത്തിലെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായിരുന്നു. ഇത് വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. ശിശുനാഗ രാജവംശത്തിലെ അവസാന രാജാവ് ആരായിരുന്നു? നന്ദിവർദ്ധനൻ അഥവാ മഹാനന്ദൻ. ശിശുനാഗ രാജവംശം ഹര്യങ്ക രാജവംശത്തിനുശേഷം മഗധ ഭരിച്ചു. നന്ദിവർദ്ധനൻ മഹാനന്ദൻ എന്നും അറിയപ്പെടുന്നു. ഈ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിനുശേഷം നന്ദ രാജവംശം മഗധയുടെ അധികാരം പിടിച്ചെടുത്തു. നന്ദ രാജവംശത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? മഹാപദ്മനന്ദൻ. മഹാപദ്മനന്ദൻ നന്ദ രാജവംശത്തിന്റെ സ്ഥാപകനായിരുന്നു. അദ്ദേഹം ഒരു പ്രബലനായ ഭരണാധികാരിയായിരുന്നു. മഗധ സാമ്രാജ്യത്തെ ഇന്ത്യയിലെ ഒരു വലിയ ശക്തിയാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. നന്ദ സാമ്രാജ്യം വിശാലവും ശക്തവുമായിരുന്നു. നന്ദ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ആരായിരുന്നു? ധനനന്ദൻ. ധനനന്ദൻ നന്ദ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയിലേക്ക് അധിനിവേശം നടത്തിയത്. ധനനന്ദനെ പരാജയപ്പെടുത്തിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ രാജവംശം സ്ഥാപിച്ചത്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ സമകാലികനായിരുന്ന നന്ദ ഭരണാധികാരി ആരായിരുന്നു? ധനനന്ദൻ. അലക്സാണ്ടർ ചക്രവർത്തി BC 326-ൽ ഇന്ത്യയിലേക്ക് പടയോട്ടം നടത്തിയപ്പോൾ മഗധ ഭരിച്ചിരുന്നത് നന്ദ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ധനനന്ദനായിരുന്നു. അദ്ദേഹത്തിന്റെ വലിയ സൈന്യത്തെക്കുറിച്ചുള്ള ഭയം അലക്സാണ്ടറുടെ സൈന്യത്തെ കൂടുതൽ മുന്നോട്ടു പോകുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ കേന്ദ്രഭരണത്തിനായി എത്ര വകുപ്പുകളും അധ്യക്ഷന്മാരും പ്രസിഡന്റുമാർ പരാമർശിക്കപ്പെടുന്നു? 18 വകുപ്പുകളും 28 അധ്യക്ഷന്മാരും. കൗടില്യന്റെ അർത്ഥശാസ്ത്രം മൗര്യ സാമ്രാജ്യത്തിലെ ഭരണസംവിധാനത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നു. കേന്ദ്രഭരണം കാര്യക്ഷമമാക്കാൻ 18 തീർത്ഥങ്ങൾ അഥവാ പ്രധാന വകുപ്പുകളും അവയെ നയിക്കാൻ 28 അധ്യക്ഷന്മാർ അഥവാ സൂപ്രണ്ടുമാരും ഉണ്ടായിരുന്നു എന്ന് ഇതിൽ വ്യക്തമാക്കുന്നു. ഈ ഘടന ഒരു സങ്കീർണവും നന്നായി സംഘടിതവുമായ ഭരണരീതിക്ക് അടിത്തറയിട്ടു.
മെഗസ്തനീസിന്റെ ഇൻഡിക്ക അനുസരിച്ച് ഇന്ത്യൻ സമൂഹം എത്ര വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു? 7 വിഭാഗങ്ങൾ: സൈനികർ, മജിസ്ട്രേറ്റുകൾ, തത്വചിന്തകർ, ഇടയന്മാർ, കർഷകർ, കരകൗശലക്കാർ, ഉപദേഷ്ടാക്കൾ. മെഗസ്തനീസിന്റെ ഇൻഡിക്ക മൗര്യകാലഘട്ടത്തിലെ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ 7 വിഭാഗങ്ങളായി തിരിച്ചിരുന്നു: തത്വചിന്തകർ, കർഷകർ, സൈനികർ, ഇടയന്മാർ, കരകൗശലക്കാർ, മജിസ്ട്രേറ്റുകൾ, ഉപദേഷ്ടാക്കൾ. ഈ വിവരണം അക്കാലത്തെ സാമൂഹിക ഘടനയെയും തൊഴിൽപരമായ വിഭജനങ്ങളെയും കുറിച്ച് ഒരു ഉൾക്കാഴ്ച നൽകുന്നു. അർത്ഥശാസ്ത്രപ്രകാരം മൗര്യൻ ഭരണത്തിൽ സമാഹർത്ത-യുടെ പങ്ക് എന്തായിരുന്നു? നികുതി പിരിവുകാരൻ, റവന്യൂ കളക്ടർ. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന ഒരു പ്രധാന ഉദ്യോഗസ്ഥനാണ് സമാഹർത്ത. സാമ്രാജ്യത്തിന്റെ പ്രധാന നികുതി പിരിവുകാരനായിരുന്നു ഇദ്ദേഹം. സാമ്പത്തിക കാര്യങ്ങൾ, വരുമാനം ശേഖരിക്കൽ, ബജറ്റ് തയ്യാറാക്കൽ എന്നിവയുടെയെല്ലാം മേൽനോട്ടം വഹിച്ചിരുന്നത് സമാഹർത്ത ആയിരുന്നു. അർത്ഥശാസ്ത്രമനുസരിച്ച് മൗര്യൻ ഭരണത്തിലെ ഖജനാവിന്റെ മേധാവിയുടെ പദവി എന്തായിരുന്നു? സന്നിധാത, സന്നിധ. മൗര്യ സാമ്രാജ്യത്തിലെ ഖജനാവിന്റെയും സംഭരണശാലകളുടെയും മേധാവിയായിരുന്നു സന്നിധാത. കൗടില്യന്റെ അർത്ഥശാസ്ത്രമനുസരിച്ച് സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിലും നികുതി ശേഖരിച്ച ധനം സൂക്ഷിക്കുന്നതിലും ഭരണപരമായ ആവശ്യങ്ങൾക്കായി വിതരണം ചെയ്യുന്നതിലും ഇദ്ദേഹത്തിന് പ്രധാന പങ്കുണ്ടായിരുന്നു. അർത്ഥശാസ്ത്രമനുസരിച്ച് മൗര്യൻ ഭരണത്തിൽ നാണയങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? ലക്ഷണാധ്യക്ഷ, ലക്ഷ്യധ്യക്ഷ. മൗര്യ സാമ്രാജ്യത്തിൽ നാണയ നിർമ്മാണത്തിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നത് ലക്ഷണാധ്യക്ഷ എന്ന ഉദ്യോഗസ്ഥനായിരുന്നു. കൗടില്യന്റെ അർത്ഥശാസ്ത്രമനുസരിച്ച് നാണയങ്ങളുടെ ഗുണനിലവാരം, തൂക്കം, നിർമ്മാണ രീതി എന്നിവയെല്ലാം ഇദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. സാമ്പത്തിക വ്യവസ്ഥയുടെ സ്ഥിരത നിലനിർത്തുന്നതിൽ ഈ ഉദ്യോഗസ്ഥൻ നിർണായക പങ്കുവഹിച്ചു. അർത്ഥശാസ്ത്രമനുസരിച്ച് മൗര്യൻ ഭരണത്തിൽ കൃഷിയുടെ മേൽനോട്ടക്കാരൻ ആരായിരുന്നു? സീതാധ്യക്ഷ, സിതാധ്യക്ഷ. മൗര്യ ഭരണത്തിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനായിരുന്നു സീതാധ്യക്ഷ. കൗടില്യന്റെ അർത്ഥശാസ്ത്രമനുസരിച്ച് കൃഷിയുടെയും കാർഷിക ഉൽപാദനത്തിന്റെയും മേൽനോട്ടം വഹിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു. കൃഷിഭൂമി അളക്കൽ, വിത്ത് വിതരണം, ജലസേചനം, വിളവെടുപ്പ് എന്നിവയെല്ലാം സീതാധ്യക്ഷയുടെ ചുമതലയിൽപ്പെട്ടിരുന്നു. ഇത് സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അത്യന്താപേക്ഷിതമായിരുന്നു. അർത്ഥശാസ്ത്രമനുസരിച്ച് മൗര്യൻ ഭരണത്തിലെ പോലീസ് മേധാവിയുടെ പദവി എന്തായിരുന്നു? ദണ്ഡപാല, ദണ്ഡാപാല. മൗര്യൻ ഭരണത്തിൽ ക്രമസമാധാനം പാലിക്കുന്നതിനും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ദണ്ഡപാല എന്ന ഉദ്യോഗസ്ഥനായിരുന്നു മേൽനോട്ടം വഹിച്ചിരുന്നത്. കൗടില്യന്റെ അർത്ഥശാസ്ത്രമനുസരിച്ച് ഇദ്ദേഹം ഒരു പോലീസ് മേധാവിയുടെ റോളിൽ പ്രവർത്തിക്കുകയും നീതിന്യായ വ്യവസ്ഥയെ സഹായിക്കുകയും ചെയ്തിരുന്നു. ഈ പദവി സാമ്രാജ്യത്തിലെ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. കൗടില്യന്റെ അർത്ഥശാസ്ത്രമനുസരിച്ച് മൗര്യൻ ഭരണത്തിൽ കുതിരപ്പടയുടെ കാവൽറി കമാൻഡിംഗ് ഓഫീസറുടെ പേരെന്തായിരുന്നു? അശ്വാധ്യക്ഷ, അശ്വധ്യാക്ഷ. മൗര്യ സൈന്യത്തിലെ കുതിരപ്പടയുടെ കാവൽറി മേധാവിയായിരുന്നു അശ്വാധ്യക്ഷ. കൗടില്യന്റെ അർത്ഥശാസ്ത്രമനുസരിച്ച് കുതിരപ്പടയെ പരിശീലിപ്പിക്കുക, പരിപാലിക്കുക, യുദ്ധങ്ങളിൽ നയിക്കുക എന്നിവയെല്ലാം ഇദ്ദേഹത്തിന്റെ ചുമതലയായിരുന്നു. മൗര്യ സാമ്രാജ്യത്തിന്റെ സൈനിക ശക്തിയിൽ കുതിരപ്പടക്ക് നിർണായക സ്ഥാനമുണ്ടായിരുന്നതിനാൽ അശ്വാധ്യക്ഷ ഒരു പ്രധാന സൈനിക പദവിയായിരുന്നു. മെഗസ്തനീസിന്റെ അഭിപ്രായത്തിൽ മൗര്യ സൈന്യത്തിന്റെ ഭരണം എങ്ങനെയായിരുന്നു? 5 അംഗങ്ങൾ വീതമുള്ള 6 സമിതികളിലൂടെ. മെഗസ്തനീസിന്റെ ഇൻഡിക്ക എന്ന ഗ്രന്ഥത്തിൽ മൗര്യ സാമ്രാജ്യത്തിലെ സൈനിക ഭരണത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. സൈന്യത്തിന്റെ ഭരണം 6 സമിതികൾക്ക് കീഴിലായിരുന്നു. ഓരോ സമിതിയിലും 5 അംഗങ്ങൾ വീതമുണ്ടായിരുന്നു. ഇത് മൗര്യന്മാരുടെ ശക്തമായ ഭരണസംവിധാനത്തിന്റെ ഒരു പ്രധാന സൂചനയാണ്. മൗര്യ സാമ്രാജ്യത്തിലെ അവസാന ഭരണാധികാരി ആരായിരുന്നു? ബൃഹദ്രഥൻ. മൗര്യ സാമ്രാജ്യത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ബൃഹദ്രഥൻ. അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സൈന്യാധിപനായ പുഷ്യമിത്ര ശുംഗൻ വധിക്കുകയും ശുംഗ സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു. ഇത് ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു പ്രധാന ഭരണമാറ്റത്തെ അടയാളപ്പെടുത്തുന്നു. അവസാന മൗര്യ ഭരണാധികാരിയായ ബൃഹദ്രഥനെ വധിക്കുകയും ശുംഗ രാജവംശം സ്ഥാപിക്കുകയും ചെയ്തത് ആരായിരുന്നു? പുഷ്യമിത്ര ശുംഗൻ.
പുഷ്യമിത്ര ശുംഗൻ മൗര്യ സാമ്രാജ്യത്തിലെ അവസാന ഭരണാധികാരിയായ ബൃഹദ്രഥനെ വധിച്ച് അധികാരം പിടിച്ചെടുക്കുകയും ശുംഗ രാജവംശം സ്ഥാപിക്കുകയും ചെയ്തു. BC 185 നടന്ന ഈ സംഭവം മൗര്യ സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിക്കുകയും മഗധയിൽ ശുംഗന്മാരുടെ ഭരണം ആരംഭിക്കുകയും ചെയ്തു. ശുംഗ രാജവംശത്തിന്റെ തലസ്ഥാനം ഏതായിരുന്നു? പാടലിപുത്ര. ശുംഗ രാജവംശത്തിന്റെ തലസ്ഥാനം പാടലിപുത്രയായിരുന്നു. ഇതു മുൻപ് മൗര്യന്മാരുടെയും നന്ദന്മാരുടെയും തലസ്ഥാനമായിരുന്നു. ഗംഗാനദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പാടലിപുത്ര അക്കാലത്തെ ഒരു പ്രധാന രാഷ്ട്രീയ, സാംസ്കാരിക കേന്ദ്രമായിരുന്നു. പുരോഹിതനായ പതഞ്ജലിയുടെ അധ്യക്ഷതയിൽ 2 അശ്വമേധ യാഗങ്ങൾ നടത്തിയ ശുംഗ ഭരണാധികാരി ആരായിരുന്നു? പുഷ്യമിത്ര ശുംഗൻ. ശുംഗ രാജവംശത്തിന്റെ സ്ഥാപകനായ പുഷ്യമിത്ര ശുംഗൻ 2 അശ്വമേധ യാഗങ്ങൾ നടത്തിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രശസ്ത വ്യാകരണ വിദഗ്ധനും യോഗസൂത്രങ്ങളുടെ കർത്താവുമായ പതഞ്ജലിയാണ് ഈ യാഗങ്ങൾക്ക് നേതൃത്വം നൽകിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് ശുംഗന്മാരുടെ ശക്തിയും ഹൈന്ദവ മതാചാരങ്ങളോടുള്ള പ്രതിബദ്ധതയും എടുത്തുകാണിക്കുന്നു. ബർഹൂദ് സ്തൂപം പുതുക്കിപ്പണിതതായി കണക്കാക്കപ്പെടുന്ന ശുംഗ ഭരണാധികാരി ആരാണ്? പുഷ്യമിത്ര ശുംഗൻ. ബർഹൂദ് സ്തൂപം പുഷ്യമിത്ര ശുംഗന്റെ കാലത്ത് പുതുക്കിപ്പണിതതായി പറയപ്പെടുന്നു. ഇത് ബുദ്ധമത സ്മാരകങ്ങളുടെ സംരക്ഷണത്തിൽ ശുംഗന്മാർക്കും പങ്കുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. മധ്യപ്രദേശിലെ സത്ന ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബർഹൂദ് സ്തൂപം മൗര്യകാലഘട്ടത്തിലെ സ്തൂപങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ശുംഗ ഭരണാധികാരിയായ ഭാഗഭദ്രന്റെ കാലത്ത് വിദിഷയിൽ വാസുദേവനെ ആദരിച്ച് ഗരുഡസ്തംഭം സ്ഥാപിച്ച യവന സ്ഥാനപതി ആരായിരുന്നു? ഹെലിയോഡോറസ്. ശുംഗ ഭരണാധികാരിയായ ഭാഗഭദ്രന്റെ കാലത്ത് യവന സ്ഥാനപതിയായ ഹെലിയോഡോറസ് വിദിഷയിൽ വാസുദേവനെ ആദരിച്ച് ഒരു ഗരുഡസ്തംഭം സ്ഥാപിച്ചു. ഇത് BC 2 നൂറ്റാണ്ടിൽ നിലവിലുണ്ടായിരുന്ന ഗ്രീക്ക് ഇന്ത്യൻ സാംസ്കാരിക വിനിമയങ്ങളെയും വൈഷ്ണവ മതത്തിന്റെ സ്വാധീനത്തെയും വ്യക്തമാക്കുന്നു. ശുംഗ രാജവംശത്തിലെ അവസാന ഭരണാധികാരി ആരായിരുന്നു? അദ്ദേഹത്തെ വധിച്ച് കണ്വ രാജവംശം സ്ഥാപിച്ചത് ആരാണ്? ദേവഭൂതി. വസുദേവനാണ് അദ്ദേഹത്തെ വധിച്ചത്. ശുംഗ രാജവംശത്തിലെ അവസാന ഭരണാധികാരി ദേവഭൂതി ആയിരുന്നു. അദ്ദേഹത്തിന്റെ മന്ത്രിയായ വസുദേവ കണ്വൻ ദേവഭൂതിയെ വധിക്കുകയും കണ്വ രാജവംശം സ്ഥാപിക്കുകയും ചെയ്തു. ഇത് BC 73 മഗധയിലെ ശുംഗ ഭരണം അവസാനിപ്പിച്ചു. കണ്വ രാജവംശത്തിലെ അവസാന ഭരണാധികാരിയായ സുശർമ്മനെ വധിക്കുകയും ശതവാഹന രാജവംശം സ്ഥാപിക്കുകയും ചെയ്തത് ആരാണ്? സിമുഗൻ. കണ്വ രാജവംശത്തിലെ അവസാന ഭരണാധികാരിയായ സുശർമ്മനെ വധിച്ചുകൊണ്ട് സിമുഗൻ ശതവാഹന രാജവംശം സ്ഥാപിച്ചു. ഡെക്കാനിൽ ഒരു വലിയ സാമ്രാജ്യം സ്ഥാപിച്ച ശതവാഹനന്മാർ ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു പ്രധാന പങ്കുവഹിച്ചു. ശതവാഹന രാജവംശത്തിന്റെ തലസ്ഥാനം ഏതായിരുന്നു? പ്രതിഷ്ഠാന. ആധുനിക മഹാരാഷ്ട്രയിലെ പൈത്താൻ. ശതവാഹന രാജവംശത്തിന്റെ തലസ്ഥാനം പ്രതിഷ്ഠാനമായിരുന്നു. ഇത് ഇന്നത്തെ മഹാരാഷ്ട്രയിലെ പൈത്താൻ എന്നറിയപ്പെടുന്നു. ഗോദാവരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം ശതവാഹനന്മാരുടെ കീഴിൽ ഒരു പ്രധാന വാണിജ്യ, സാംസ്കാരിക കേന്ദ്രമായിരുന്നു. പടിഞ്ഞാറിന്റെ അധിപൻ എന്ന് അറിയപ്പെടുകയും 2 അശ്വമേധ യാഗങ്ങളും ഒരു രാജസൂയ യാഗവും അനുഷ്ഠിക്കുകയും ചെയ്ത ശതവാഹന ഭരണാധികാരി ആര്? ഗൗതമിപുത്ര ശതകർണി. ഗൗതമിപുത്ര ശതകർണി ശതവാഹന രാജവംശത്തിലെ ഏറ്റവും പ്രമുഖനായ ഭരണാധികാരിയായിരുന്നു. ശകന്മാരെ പരാജയപ്പെടുത്തി ദക്ഷിണാപഥത്തിൽ ശതവാഹനരുടെ അധികാരം പുനഃസ്ഥാപിച്ച അദ്ദേഹം ക്ഷഹരാതവംശ നിരവശേഷകര എന്ന സ്ഥാനപ്പേരും സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ വിജയങ്ങൾ നാസിക് പ്രശസ്തി എന്ന ലിഖിതത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുരാതന ഇന്ത്യയിൽ ആദ്യമായി ഈയ നാണയങ്ങൾ പുറത്തിറക്കിയ രാജവംശം ഏതാണ്? ശതവാഹന രാജവംശം. ശതവാഹനർ ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന ഒരു പ്രധാന രാജവംശമായിരുന്നു. കച്ചവടവും വാണിജ്യവും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി അവർ ഈയം, പോറ്റിൻ, ഒരുതരം ലോഹസങ്കരം, ചെമ്പ്, വെള്ളി എന്നിവയിലുള്ള നാണയങ്ങൾ പുറത്തിറക്കി. ഈയ നാണയങ്ങൾ വ്യാപകമായി ഉപയോഗിച്ചത് അവരുടെ സവിശേഷതകളിലൊന്നാണ്. പുരാതന ഇന്ത്യയിൽ ബ്രാഹ്മണർക്ക് ഭൂമി ദാനം ചെയ്യുന്ന സമ്പ്രദായം ആരംഭിച്ച രാജവംശം ഏതാണ്? ശതവാഹന രാജവംശം. ശതവാഹനർ ബ്രാഹ്മണർക്കും ബുദ്ധഭിക്ഷുക്കൾക്കും നികുതിരഹിതമായി ഭൂമി ദാനം ചെയ്യുന്ന പ്രഥ ആരംഭിച്ചു. ഇതിനെ അഗ്രഹാര സമ്പ്രദായം എന്ന് വിളിക്കുന്നു. ഈ സമ്പ്രദായം പിൽക്കാലത്ത് മറ്റ് രാജവംശങ്ങളും പിന്തുടർന്നു. ശതവാഹനരുടെ ഔദ്യോഗിക ഭാഷ ഏതായിരുന്നു? അത് ഏത് ലിപിയിലാണ് എഴുതിയിരുന്നത്?
പ്രാകൃതം ബ്രാഹ്മി ലിപിയിൽ. ശതവാഹനർ സാമ്പത്തികമായും സാംസ്കാരികമായും വളർച്ച പ്രാപിച്ച ഒരു കാലഘട്ടമായിരുന്നു. അവരുടെ ഔദ്യോഗിക ഭാഷ പ്രാകൃതമായിരുന്നു. ശതവാഹന കാലഘട്ടത്തിലെ നാണയങ്ങളിലും ലിഖിതങ്ങളിലും പ്രാകൃത ഭാഷ ബ്രാഹ്മി ലിപിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാർലെ ചൈത്യം, അജന്തയിലെയും എല്ലോറയിലെയും ചില ഗുഹകൾ എന്നിവയുടെ ആദ്യഘട്ട നിർമ്മാണങ്ങൾ ആരംഭിച്ച രാജവംശം ഏതാണ്? ശതവാഹനർ. ശതവാഹനരുടെ കാലത്ത് ബുദ്ധമതം പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. മഹാരാഷ്ട്രയിലെ കാർലെയിലെ പ്രശസ്തമായ ചൈത്യവും അജന്തയിലെയും എല്ലോറയിലെയും ചില ഗുഹകളും ശതവാഹനരുടെ ഭരണകാലത്ത് നിർമ്മിച്ചതോ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചതോ ആണ്. ഇത് അവരുടെ കലാപരമായ സംഭാവനകളെ എടുത്തു കാണിക്കുന്നു. ഏത് രാജവംശത്തിന്റെ പ്രോത്സാഹനത്തിലാണ് അമരാവതി കലാശൈലി തഴച്ചുവളർന്നത്? ശതവാഹനർ. ആന്ധ്രാപ്രദേശിലെ കൃഷ്ണാനദിയുടെ തീരത്തുള്ള അമരാവതി ബുദ്ധസ്തൂപം ശതവാഹനരുടെ കാലത്ത് വികസിപ്പിച്ചെടുത്ത ഒരു പ്രധാന കലാകേന്ദ്രമാണ്. അമരാവതി ശൈലിയിലെ ശില്പങ്ങൾ അവയുടെ സൂക്ഷ്മമായ കൊത്തുപണികൾക്കും ആവിഷ്കാരത്തിനും പേരുകേട്ടതാണ്. ഇത് ശതവാഹന കാലഘട്ടത്തിലെ വാസ്തുവിദ്യയുടെയും കലയുടെയും ഉത്തമ ഉദാഹരണമാണ്. പുരാതന ഇന്ത്യയിൽ ദക്ഷിണാപഥത്തിന്റെ അധിപൻ എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഭരണാധികാരികൾ ആരായിരുന്നു? ശതവാഹന ഭരണാധികാരികൾ. ശതവാഹനർ ദക്ഷിണാപഥത്തിന്റെ ഡെക്കാൻ പീഠഭൂമി ഭൂരിഭാഗം പ്രദേശങ്ങളും ഭരിച്ചിരുന്ന ഒരു ശക്തമായ രാജവംശമായിരുന്നു. വ്യാപാരപാതകളുടെ നിയന്ത്രണം കൈവശമുണ്ടായിരുന്നത് അവർക്ക് സാമ്പത്തിക മേധാവിത്വം നൽകി. ഇത് അവരെ ദക്ഷിണാപഥത്തിന്റെ അധിപൻ എന്ന് വിശേഷിപ്പിക്കാൻ ഇടയാക്കി. ശതവാഹന കാലഘട്ടത്തിൽ ഗാഥാസപ്തശതി, ബൃഹത്കഥ എന്നിവയുടെ രചയിതാക്കൾ യഥാക്രമം ആരായിരുന്നു? ഹാല, ഗാഥാസപ്തശതി, ഗുണാഢ്യ, ബൃഹത്കഥ. ശതവാഹന ഭരണാധികാരിയായ ഹാലൻ പ്രാകൃത ഭാഷയിൽ എഴുതിയ ഗാഥാസപ്തശതി പ്രാകൃത സാഹിത്യത്തിലെ ഒരു പ്രധാന കൃതിയാണ്. അദ്ദേഹത്തിന്റെ സദസ്സിലെ ഗുണാഢ്യനാണ് ബൃഹത്കഥ രചിച്ചത്. ഈ കൃതികൾ ശതവാഹന കാലഘട്ടത്തിലെ സാഹിത്യ വളർച്ചയ്ക്ക് ഉദാഹരണമാണ്. ഇന്ത്യയെ ആക്രമിച്ച ആദ്യത്തെ ഇൻഡോ ഗ്രീക്ക് ഭരണാധികാരി ആരായിരുന്നു? അദ്ദേഹം ഏത് നഗരത്തെയാണ് തന്റെ തലസ്ഥാനമാക്കിയത്? ഡെമെട്രിയസ് ആയ് അഥവാ ധാര ആയ് സഗാല, സിയാൽകോട്ട് തലസ്ഥാനമാക്കി. ബാക്ട്രിയൻ ഗ്രീക്ക് രാജാവായിരുന്ന ഡെമെട്രിയസ് ആയിരുന്നു ഇന്ത്യയെ ആക്രമിച്ച ആദ്യത്തെ ഇൻഡോ ഗ്രീക്ക് ഭരണാധികാരി. അദ്ദേഹം പഞ്ചാബിൽ സാഗാല, ആധുനിക സിയാൽകോട്ട് തന്റെ തലസ്ഥാനമാക്കി. ഇത് ഇന്ത്യയിൽ ഇൻഡോ ഗ്രീക്ക് ഭരണത്തിന്റെ ആരംഭം കുറിച്ചു. ഏറ്റവും പ്രശസ്തനായ ഇൻഡോ ഗ്രീക്ക് ഭരണാധികാരി ആരായിരുന്നു? മെനാൻഡർ, മിലിന്ദ. മെനാൻഡർ ഇൻഡോ ഗ്രീക്ക് ഭരണാധികാരികളിൽ ഏറ്റവും പ്രശസ്തനായിരുന്നു. ബുദ്ധമത ഗ്രന്ഥമായ മിലിന്ദബൻഹ അദ്ദേഹവും ബുദ്ധഭിക്ഷുവായ നാഗസേനനും തമ്മിലുള്ള സംഭാഷണങ്ങളെക്കുറിച്ചാണ്. അദ്ദേഹം തന്റെ നാണയങ്ങളിൽ ബുദ്ധമത ചിഹ്നങ്ങൾ ഉപയോഗിക്കുകയും ബുദ്ധമതത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഏത് ബുദ്ധ സന്യാസിയാണ് ഇൻഡോ ഗ്രീക്ക് ഭരണാധികാരിയായ മെനാൻഡറിനെ ബുദ്ധമതത്തിലേക്ക് മാറ്റിയത്? നാഗസേനൻ, നാഗാർജുനൻ. ഇൻഡോ ഗ്രീക്ക് ഭരണാധികാരിയായ മെനാൻഡറെ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത പ്രമുഖ ബുദ്ധ സന്യാസിയായിരുന്നു നാഗസേനൻ. ഇവരുടെ സംഭാഷണങ്ങൾ മിലിന്ദബൻഹോ എന്ന ബുദ്ധഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പുരാതന ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു പ്രധാന ഉറവിടമാണ്. മെനാൻഡർ രാജാവും നാഗസേന സന്യാസിയും തമ്മിലുള്ള തത്വചിന്താപരമായ സംഭാഷണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രധാന ബുദ്ധഗ്രന്ഥം ഏതാണ്? മിലിന്ദബൻഹോ, മെനാൻഡറുടെ ചോദ്യങ്ങൾ. ഇൻഡോ ഗ്രീക്ക് ഭരണാധികാരി മെനാൻഡറും ബുദ്ധസന്യാസി നാഗസേനനും തമ്മിലുള്ള സംഭാഷണങ്ങൾ രേഖപ്പെടുത്തിയ പാളി ഭാഷയിലെ ബുദ്ധഗ്രന്ഥമാണ് മിലിന്ദബൻഹോ. ബുദ്ധമത തത്വചിന്തകളെക്കുറിച്ചും പുരാതന ഇന്ത്യയിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചുമുള്ള വിലപ്പെട്ട വിവരങ്ങൾ ഈ ഗ്രന്ഥം നൽകുന്നു. ഇന്ത്യയിൽ ലിഖിതങ്ങളോടുകൂടിയ സ്വർണ്ണ നാണയങ്ങൾ ആദ്യമായി പുറത്തിറക്കിയ ഭരണാധികാരികൾ ആരായിരുന്നു? ഇൻഡോ ഗ്രീക്ക് ഭരണാധികാരികൾ. ഇൻഡോ ഗ്രീക്ക് ഭരണാധികാരികളാണ് ഇന്ത്യയിൽ ആദ്യമായി അവരുടെ പേരും ചിത്രങ്ങളും കൊത്തിയ സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയത്. ഈ നാണയങ്ങൾ അവരുടെ സമ്പത്തിന്റെയും സ്വാധീനത്തിന്റെയും തെളിവായിരുന്നു. കൂടാതെ നാണയശാസ്ത്രത്തിന്റെ പഠനത്തിൽ ഒരു പ്രധാന മുന്നേറ്റവും അടയാളപ്പെടുത്തി. ഹെല്ലനിസ്റ്റിക് കല ഇന്ത്യയിൽ തഴച്ചുവളരുകയും ഗാന്ധാര കല അതിന്റെ പ്രധാന ഉദാഹരണമായി മാറുകയും ചെയ്തത് ആരുടെ ഭരണകാലത്താണ്? ഇൻഡോ ഗ്രീക്ക് ഭരണം. ഇൻഡോ ഗ്രീക്ക് ഭരണകാലത്താണ് ഹെല്ലനിസ്റ്റിക് കലാരീതികൾ ഇന്ത്യയിലെത്തുകയും പ്രാദേശിക ശൈലികളുമായി ലയിച്ച് ഗാന്ധാര കലയ്ക്ക് രൂപം നൽകുകയും ചെയ്തത്.
ബുദ്ധപ്രതിമകളിൽ ഗ്രീക്ക് സ്വാധീനം വ്യക്തമായി കാണാം. ഇത് ഇന്ത്യൻ കലയിൽ ഒരു പുതിയ അധ്യായം കുറിച്ചു. ശകന്മാരെ പരാജയപ്പെടുത്തി വിക്രം സംവത് യുഗം ആരംഭിച്ച ഉജ്ജയിനിലെ ഭരണാധികാരി സ്വീകരിച്ച സ്ഥാനപ്പേര് എന്തായിരുന്നു? വിക്രമാദിത്യൻ. ശകന്മാരെ തോൽപ്പിച്ച് വിക്രം സംവത് എന്ന കലണ്ടർ യുഗം ആരംഭിച്ച ഉജ്ജയിനിലെ ശക്തനായ ഒരു ഭരണാധികാരി സ്വീകരിച്ച സ്ഥാനപ്പേരാണ് വിക്രമാദിത്യൻ. ഈ തലക്കെട്ട് പിന്നീട് നിരവധി ഇന്ത്യൻ രാജാക്കന്മാർ ഉപയോഗിച്ചു. ഇത് അവരുടെ ശക്തിയെയും വിജയങ്ങളെയും അടയാളപ്പെടുത്തുന്നു. ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ ശക ഭരണാധികാരി ആരായിരുന്നു? രുദ്രദാമൻ ഒന്നാമൻ. ശക ഭരണാധികാരികളിൽ ഏറ്റവും ശക്തനായ രാജാവായിരുന്നു രുദ്രദാമൻ ഒന്നാമൻ. അദ്ദേഹത്തിന്റെ സാമ്രാജ്യം വിശാലമായിരുന്നു, കൂടാതെ സാഹിത്യത്തിലും കലയിലും അദ്ദേഹത്തിന് വലിയ താൽപ്പര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ പ്രധാന രേഖയാണ് ജൂനാഗഡ് ലിഖിതം. ജൂനാഗഡ് ലിഖിതത്തിൽ കാണുന്നതുപോലെ പ്രാകൃതത്തിനു പകരം സംസ്കൃതത്തെ ഔദ്യോഗിക രേഖകളുടെ ഭാഷയായി ആദ്യം സ്വീകരിച്ച ശക ഭരണാധികാരി ആരായിരുന്നു? രുദ്രദാമൻ ഒന്നാമൻ. പ്രാകൃതത്തിനു പകരം സംസ്കൃതത്തെ ഔദ്യോഗിക രേഖകളുടെ ഭാഷയായി ആദ്യമായി സ്വീകരിച്ച ശക ഭരണാധികാരി രുദ്രദാമൻ ഒന്നാമനായിരുന്നു. അദ്ദേഹത്തിന്റെ ജൂനാഗഡ് ലിഖിതം ശുദ്ധമായ സംസ്കൃതത്തിലുള്ള ആദ്യത്തെ പ്രധാന ലിഖിതമായി കണക്കാക്കപ്പെടുന്നു. ഇത് സംസ്കൃതത്തിന്റെ വളർച്ചയിൽ ഒരു സുപ്രധാന ചുവടുവെപ്പായിരുന്നു. ഏത് ഇന്തോപാർത്യൻ ഭരണാധികാരിയുടെ കാലത്താണ് ക്രിസ്ത്യൻ മിഷണറിയായ സെന്റ് തോമസ് ഇന്ത്യയിലെത്തിയത്? ഗോണ്ടോഫെർണസ്. ക്രിസ്ത്യൻ മിഷണറിയായ സെന്റ് തോമസ് ഇന്ത്യയിലെത്തിയത് ഇന്തോപാർത്യൻ ഭരണാധികാരിയായ ഗോണ്ടോഫെർണസിന്റെ ഭരണകാലത്താണ് എന്നാണ് പാരമ്പര്യം. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ആവിർഭാവത്തിന് ഇത് ഒരു പ്രധാന കാരണമായി കണക്കാക്കപ്പെടുന്നു. ഇത് ഇന്ത്യയുടെ മതപരമായ ചരിത്രത്തിലെ ഒരു നിർണായക സംഭവമാണ്. കുശാന രാജവംശം സ്ഥാപിച്ചത് ആരാണ്? കുജുല കാഡ്ഫിസസ്. കുശാന സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ കുജുല കാഡ്ഫിസസ് ആയിരുന്നു. അദ്ദേഹം വിവിധ യൂച്ചി ഗോത്രങ്ങളെ ഒരുമിപ്പിച്ച് ഒരു ശക്തമായ സാമ്രാജ്യം കെട്ടിപ്പടുത്തു. ഇത് വടക്കൻ ഇന്ത്യയിലും മധ്യേഷ്യയിലും കുശാനന്മാരുടെ ആധിപത്യത്തിന് വഴിയൊരുക്കി. സ്വർണ്ണ നാണയങ്ങൾ ആദ്യമായി പുറത്തിറക്കുകയും മഹേശ്വരൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിക്കുകയും തന്റെ നാണയങ്ങളിൽ ശിവനെയും നന്ദിയെയും ത്രിശൂലത്തെയും ചിത്രീകരിക്കുകയും ചെയ്ത കുശാന ഭരണാധികാരി ആരായിരുന്നു? വേമ കാഡ്ഫിസസ്. കുശാന ഭരണാധികാരികളിൽ സ്വർണ്ണ നാണയങ്ങൾ ആദ്യമായി പുറത്തിറക്കിയതും മഹേശ്വരൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചതും വേമ കാഡ്ഫിസസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ നാണയങ്ങളിൽ ശിവൻ, നന്ദി, ത്രിശൂലം എന്നിവയുടെ ചിത്രീകരണം അദ്ദേഹത്തിന്റെ ശൈവമതത്തോടുള്ള പ്രതിബദ്ധതയെയും ഇന്ത്യൻ സംസ്കാരത്തിലുള്ള ലയനത്തെയും സൂചിപ്പിക്കുന്നു. കുശാന രാജവംശത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ആരായിരുന്നു? കനിഷ്കൻ. കനിഷ്കൻ കുശാന സാമ്രാജ്യത്തിലെ മഹാനായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലം ബുദ്ധമതത്തിന്റെ വ്യാപനത്തിനും കലയിലും വാസ്തുവിദ്യയിലും വലിയ മുന്നേറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു. കനിഷ്കന്റെ സാമ്രാജ്യത്തിന്റെ ആദ്യകാല തലസ്ഥാനം ഏതായിരുന്നു? അത് പിന്നീട് മാറ്റിയത് എവിടേക്കായിരുന്നു? പുരുഷപുരം, പെഷാവർ, പിന്നീട് മധുരയിലേക്ക് മാറ്റി. കനിഷ്കൻ തന്റെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം പുരുഷപുരത്ത്, ആധുനിക പെഷാവർ നിന്ന് മധുരയിലേക്ക് മാറ്റി. ഈ മാറ്റം സാമ്രാജ്യത്തിന്റെ വിശാലമായ ഭൂമിശാസ്ത്രപരമായ നിയന്ത്രണത്തെയും തന്ത്രപരമായ പ്രാധാന്യത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ശകവർഷം ആരംഭിച്ചുകൊണ്ട് കനിഷ്കൻ സിംഹാസനാരോഹണം ചെയ്ത വർഷം ഏതാണ്? AD 78. AD 78-ൽ കനിഷ്കൻ സിംഹാസനാരോഹണം ചെയ്തത് ശകവർഷം ആരംഭിക്കുന്നതിന് കാരണമായി. ഇത് ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു പ്രധാന കാലഗണന സമ്പ്രദായമാണ്. ദൈവപുത്രൻ എന്ന അർത്ഥം വരുന്ന ഏത് സ്ഥാനപ്പേരാണ് കുശാന ഭരണാധികാരികൾ സ്വീകരിച്ചത്? ദേവപുത്രൻ. കുശാന ഭരണാധികാരികൾ തങ്ങളുടെ ദിവ്യത്വവും അധികാരവും ഊന്നിപ്പറയുന്നതിനായി ദേവപുത്രൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു. ഇത് അവർക്ക് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം നൽകി. ആരുടെ ഭരണകാലത്താണ് നാലാമത്തെ ബുദ്ധമത സമ്മേളനം സംഘടിപ്പിച്ചത്? കനിഷ്കൻ. കനിഷ്കന്റെ ഭരണകാലത്ത് കശ്മീരിലെ കുണ്ടലവാനിൽ നടന്ന നാലാമത്തെ ബുദ്ധമത സമ്മേളനം ബുദ്ധമത ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമായിരുന്നു. ഈ സമ്മേളനത്തിൽ വെച്ച് ബുദ്ധമതം ഹീനയാന, മഹായാന എന്നിങ്ങനെ രണ്ട് പ്രധാന വിഭാഗങ്ങളായി പിരിഞ്ഞു. കുശാന ഭരണാധികാരികൾ പ്രധാനമായും പിന്തുടരുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ബുദ്ധമത വിഭാഗം ഏതായിരുന്നു?
മഹായാന ബുദ്ധമതം. കുശാന ഭരണാധികാരികൾ, പ്രത്യേകിച്ച് കനിഷ്കൻ, മഹായാന ബുദ്ധമതത്തെ ശക്തമായി പ്രോത്സാഹിപ്പിച്ചു. അവരുടെ പിന്തുണ കാരണം മഹായാന ബുദ്ധമതം മധ്യേഷ്യയിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു. കനിഷ്ക ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ പ്രശസ്തനായ ഭിഷഗ്വരൻ ആരായിരുന്നു? ചരകൻ. ആയുർവേദത്തിലെ മഹാനായ പണ്ഡിതനും വൈദ്യനുമായിരുന്നു ചരകൻ. അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഇന്ത്യൻ വൈദ്യശാസ്ത്രത്തിന് അടിത്തറ പാകി.